പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിലെ വ്യത്യസ്ത തുറകളിൽ നിന്നും ജീവിതത്തിലെ വ്യത്യസ്ത അനുഭവങ്ങളുമായി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ ബിൻസി ബേബിക്കുട്ടിയാണ്. തന്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് ഇവർക്ക് ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. നമ്മൾ ഒരു പ്രാർത്ഥനയുടെ ആയിരിക്കുമ്പോൾ പ്രിയ സിസ്റ്റർ ബിൻസി ബേബിക്കുട്ടിയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ് സിസ്റ്ററെ. ആമേ. സിസ്റ്റർ അരോമാറ്റിയുടെ പ്രേക്ഷകരോട് പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താം. ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് പന്തളം എന്ന് പറയുന്ന ദേശത്തു നിന്നാണ്. എന്റെ പേര് ബിൻസി ബേബിക്കുട്ടി. എന്റെ ഹസ്ബൻഡ് പാസ്റ്റർ ജോൺസൺ തോമസ്. എനിക്കൊരു മകൻ മോസസ് ജെ. ഞങ്ങൾ കുടുംബമായിട്ട് കർത്താവിന്റെ വേലയിൽ ചർച്ചക്കോടിന്റെ മിനിസ്ട്രിയുമായിട്ട് പന്തളത്ത് പ്രദേശത്തായിരിക്കും. ആമേ. കർത്താവിന്റെ ദാസിയെ പരിചയപ്പെടുവാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമാറ്റിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി ബാല്യകാലം മുതൽ ഇങ്ങോട്ടുള്ള നല്ല ഓർമ്മകൾ പറയുന്നതിനായിട്ട് സമയം വേർതിരിച്ചു കൊള്ളുന്നു. ക്ഷണിച്ച പ്രിയ കർത്താവിന്റെ ദാസൻ ഡാനിയൽ ജോൺ പാസ്റ്റർക്കും അതുപോലെ തന്നെ അരോമ ടിവിയിലെ എല്ലാ പ്രേക്ഷകർക്കും, അരോമ ടിവിക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനവും നന്ദിയും ധരണയിൽ അറിയിക്കുന്നു. ഞാൻ വെൺമണിയുടെ പ്രദേശം, അതായത് ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂർ എന്ന് പറയുന്ന ചെങ്ങന്നൂരിന്റെ പ്രാന്തപ്രദേശമായ വെൺമണിയിലാണ് ജനിച്ച് അവിടെയാണ് ജീവിതകാലം, അതായത് എന്റെ ബാല്യകാലം ഞാൻ കഴിച്ചു. എന്റെ മാതാപിതാക്കൾ ഒരു സുവിശേഷ വേലക്കാരാണ്. അതുപോലെ തന്നെ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ഞാനും ആയിരിക്കുന്നു. കർത്താവ് ഞങ്ങളെ നടത്തുന്ന വിധങ്ങളെ ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തിന് നന്ദി അറിയിക്കുകയാണ്. എന്റെ മാതാപിതാക്കള് കർത്താവിന്റെ വേലയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് എന്റെ ബാല്യകാലം ഞാൻ പറയുമ്പോൾ വളരെ പ്രയാസകരമായ അവസ്ഥയിൽ കൂടെ കടന്നുപോയൊരു സാഹചര്യങ്ങളായിരുന്നു എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ഞാൻ വളരെ ഭാരത്തോടും പ്രയാസത്തോടും, കഷ്ടതയും പ്രയാസം, എന്റെ ജീവിതാനുഭവം, എന്റെ ബാല്യകാലം എന്റെ ജനനം എടുത്തു നോക്കുമ്പോൾ എന്റെ മാതാപിതാക്കൾ എന്റെ പപ്പ ഒരു തികഞ്ഞ മദ്യപാനിയായിരുന്നു. അതുപോലെ തന്നെ കാതലിക്സ് വിഭാഗത്തിൽപ്പെട്ട ഒരു കുടുംബമായിരുന്നു എന്റെ കുടുംബം. എന്റെ അമ്മയാണെങ്കിൽ CSI ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിലേക്ക് വിവാഹം ചെയ്യപ്പെട്ടു. അങ്ങനെ ഞങ്ങള് പപ്പായുടെ ദേശം ആലപ്പുഴ ജില്ലയില് നൂർനാട് എന്ന് പറയുന്ന സ്ഥലം, അവിടെ എടപ്പൂൺ എന്ന് പറയുന്ന സ്ഥലത്താണ് എന്റെ പിതാവിന്റെ സ്ഥലം. അവിടെ ഞങ്ങള് പാർത്തുകൊണ്ട് അവിടെ ആയിരിക്കുമ്പോൾ എന്റെ അപ്പൻ, അതായത് എന്റെ പപ്പ ഭയങ്കര മദ്യപാനിയായിരുന്നു. കുടിക്കാൻ എന്നും കിട്ടിയില്ല എങ്കിൽ അദ്ദേഹം വാറ്റുചാരായം ഉണ്ടാക്കി കുടിച്ച് മതോമത്തനായി നടന്ന ഒരു മനുഷ്യനായിരുന്നു എന്റെ അപ്പൻ. അതുപോലെ തന്നെ ചീട്ടുകളി, അതുപോലെ വീട്ടിൽ കുടിച്ചിട്ട് വരുമ്പോൾ ഭവനത്തിലാണെങ്കിൽ വളരെ ദുഃഖത്തിലായിരിക്കുന്ന അവസ്ഥയാണ്. അമ്മയെ ഉപദ്രവിക്കുകയും ഒരു വല്ലാത്ത കഷ്ടത്തിലൂടെ ഞാൻ പേടിച്ച് ഭയന്നൊളിച്ച് ഞങ്ങൾ ഇരിക്കുന്ന സമയങ്ങളൊക്കെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ എന്റെ അമ്മ ചെറുപ്രായത്തിൽ തന്നെ CSI ബാക്ക്ഗ്രൗണ്ടിലായിരിക്കുന്ന സമയത്ത് അവിടെ അമ്മയുടെ ഭവനത്തിലാണെങ്കിലും ബന്ധക്കോസുകാരെ കയറ്റുവോ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള കുടുംബമല്ലായിരുന്നു. എന്നാൽ അമ്മ രഹസ്യത്തിൽ അടുത്ത് ബന്ധക്കോസുകാരുടെ ദേവാലയം ഉണ്ടായിരുന്നു. അവിടെ പോയി പള്ളിയിൽ പോയി അവിടെ രഹസ്യത്തിൽ സൺഡേ സ്കൂൾ പഠിക്കാനൊക്കെ പോകുമായിരുന്നു. അവരുടെ കൂടെ പാടുവാനും പ്രാർത്ഥിക്കാനും ഒക്കെ പോകുമായിരുന്നു. അങ്ങനെ അമ്മ ചെറുപ്രായം മുതലേ ഈ രക്ഷകനായ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെയാണ് പപ്പായിട്ടുള്ള വിവാഹം നടക്കുന്നത്. വിവാഹം നടന്ന് ഏതാണ്ട് 3 മാസം മാത്രമേ ഉള്ളൂ എന്റെ അമ്മ സ്വസ്ഥതയോടെ സമാധാനത്തോടെ ജീവിച്ചിട്ടുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള സമയങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ വളരെ വേദനാജനകമായ അവസ്ഥയിൽ കൂടെയാണ് ഞാൻ ജനിച്ച് എനിക്ക് ഒരു നേരത്തേക്ക് ആഹാരം തരുവാൻ കഴിയാത്ത അവസ്ഥയിൽ എൻ്റെ അമ്മ ഒത്തിരി ഭാരപ്പെടുകയും പ്രയാസപ്പെടുകയും ഒക്കെ ചെയ്യുന്നു. വീട്ടിലാണെങ്കിൽ എന്റെ പപ്പായുടെ വീട്ടിലാണെങ്കിൽ പപ്പായുടെ സഹോദരിമാരും അതുപോലെ തന്നെ മാതാവും ഉണ്ട്. അവരൊക്കെ അമ്മയെ വളരെ വേദനിപ്പിക്കുകയും
അമ്മയെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അമ്മ രാത്രിയിൽ പപ്പ കുടിച്ചിട്ട് വരുമ്പോൾ അമ്മയെ അടി കൊണ്ട് പേടി ഓടി ചുറ്റുപാടുമുള്ള ഭവനങ്ങളിൽ പാർത്ത് രാത്രി കാലങ്ങൾ കഴിച്ചു കൂട്ടാറുണ്ട്. എന്നെയും ഞാൻ കൈക്കുഞ്ഞായിരിക്കുന്ന സമയത്ത് എന്നെ എടുത്തുകൊണ്ട് അനേക ഭവനങ്ങളിൽ പോയി അഭയം പ്രാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഒക്കെ അവിടെയും വളരെ വേദനാകരമായ അവസ്ഥകൾ എന്റെ മാതാവിന് അനുഭവിക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ടായി. അങ്ങനെ കുറെ നാള് ഇങ്ങനെ നടന്ന് എന്റെ അമ്മയ്ക്കാണ് കൊയ്ത്തും മെതിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. അമ്മയുടെ വീട്ടില് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അമ്മയെ ശീലിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളല്ല. എന്നാൽ എന്റെ പപ്പയുടെ ഭവനത്തിൽ വന്ന് ചെയ്യാത്ത ജോലികളില്ല. എന്നെ വളർത്താൻ വേണ്ടി ഒത്തിരി മണ്ണ് ചുമ്മാനും അതുപോലെ തന്നെ കൊയ്ത്തും മെതിയും അങ്ങനെ ഒത്തിരി പ്രയാസത്തോടെ കടന്നുപോയ സമയങ്ങൾ എന്റെ ബാല്യകാലത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ജീവിതത്തിൽ കടന്നു പോകുന്ന സമയങ്ങളിൽ ഞാൻ ഒത്തിരി പഠനത്തിനായാലും വിദ്യാഭ്യാസ കാര്യങ്ങൾക്കൊക്കെ സ്കൂളിൽ കൊണ്ട് ചേർത്ത് സ്കൂളിലെ ആവശ്യങ്ങൾക്കൊന്നും പപ്പ സഹായിക്കുമോ കരുതുമോ ഒന്നും ചെയ്യത്തില്ല. അമ്മയുടെ വീട്ടുകാരായിരുന്നു ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതുപോലെ ദൈവദാസന്മാര് ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്ന് ട്രാക്ട് കൊടുക്കുവാനും പ്രാർത്ഥിക്കുവാനും കടന്നു വന്ന ദൈവദാസന്മാര് വന്ന് പ്രാർത്ഥിക്കുകയും അങ്ങനെ അവര് ആലയത്തിലേക്ക് ക്ഷണിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ കടന്നു പോകുകയും അവിടെ വെച്ച് അമ്മ രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുവാനും ഒക്കെ ഇടയായി തീർന്നു. അങ്ങനെ എന്നെ കൈക്കുഞ്ഞായിരിക്കുന്ന സമയത്ത് അങ്ങനെ ഞങ്ങൾ ആലയത്തിൽ പോയി എന്നെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്യും. എന്നാൽ വീട്ടിൽ വരുമ്പോൾ പപ്പ ഞങ്ങൾ അമ്മ വെച്ചിരിക്കുന്ന ഭക്ഷണം എടുത്ത് വലിച്ചെറിയുകയും ഞങ്ങൾ അന്ന് പട്ടിണി കിടക്കുക അങ്ങനെയൊക്കെ ഒത്തിരി ദിവസങ്ങൾ ഞങ്ങൾ അങ്ങനെ പട്ടിണി കിടക്കുകയൊക്കെ ചെയ്യും. അമ്മ കൊയ്ത് മെതിച്ച് കൊണ്ടുവച്ചിരിക്കുന്ന നെല്ലൊക്കെ എടുത്ത് അമ്മ വിറ്റിട്ട് കാശ് പോയി കുടിക്കുക. അങ്ങനെ ഭയങ്കരമായ ഉപദ്രവം. അമ്മയ്ക്കാണെങ്കിൽ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ അമ്മ വളരെ ഭാരപ്പെട്ട് ഈ മനുഷ്യനെ ഇനി എനിക്ക് വേണ്ട, എന്റെ കുഞ്ഞുമായിട്ട് ഞാൻ എങ്ങനെയും പോയി എവിടെയെങ്കിലും പോയി അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ വീട്ടിലുള്ളവർ പപ്പയുടെ വീട്ടിലുള്ളവർ പോലും ഒരു കൈത്താങ്ങലോ സഹായമോ ഇല്ല. അങ്ങനെ വന്ന് നാട്ടിൽ എവിടെയെങ്കിലും ചുറ്റുപാട് അയൽവക്കത്ത് വീടുകളിൽ എവിടെയെങ്കിലും പോയി ഓടി അഭയം പ്രാപിക്കുന്നുണ്ടെ അവരുടെ കുത്തുവാക്കുകളും പരിഹാസങ്ങളും കേട്ട് അങ്ങനെ വളരെ ഭാരത്തോടെ കഴിഞ്ഞു പോകുന്ന സമയത്ത് ആണ് അങ്ങനെ ആയിരിക്കുമ്പോഴാണ് ഞങ്ങൾ കർത്താവിനെ കണ്ടുമുട്ടുവാനും ദൈവത്തെ അറിയുവാനും ഒക്കെ ഈ സത്യദൈവത്തെ ആരാധനയ്ക്ക് പോകുവാനൊക്കെ ഇടയായി തീർന്നത്. അങ്ങനെ വരുമ്പോഴും വീട്ടിൽ വരുമ്പോഴും പിന്നെയും നിന്നെയും അടിയും ഉപദ്രവവും നിന്നെയും പരിഹാസവും കഷ്ടങ്ങളും ഒക്കെ ഇങ്ങനെ കടന്നു വന്നു. എന്റെ അപ്പനാണെങ്കിൽ മീനിന്റെ ബിസിനസ് മീൻ കച്ചവടമായിരുന്നു. ഇഷ്ടംപോലെ കാശുണ്ടാക്കും. അതുപോലെ തന്നെ കുടിച്ച് ചീട്ട് കളിച്ച് കൂട്ടുകാർ കൂടി വാറ്റുചാരായം ഉണ്ടാക്കി അങ്ങനെ ഒത്തിരി ഹീനമായ പ്രവൃത്തിയിലൂടെ ആയിരുന്നു എന്റെ ബാല്യകാലം കടന്നുപോയത്. അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ അമ്മയുടെ ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എന്റെ അമ്മയുടെ വീട്ടുകാർ അതായത് അമ്മയുടെ അമ്മ ഞങ്ങളെ അവരുടെ അമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനിടയായി തീർന്നു. അമ്മയുടെ വീടാണ് വെൺമണി. അവിടെ ചെന്ന് താമസിക്കുമ്പോൾ ഞങ്ങള് എന്നെ അമ്മച്ചിയെ ഏൽപ്പിച്ചിട്ട് അമ്മയുടെ അമ്മയെ ഏൽപ്പിച്ചിട്ട് അമ്മ അനേക ജോലിക്ക് പോകുവാനിടയായി തീർന്നു. അങ്ങനെ ജോലിക്ക് അനേക ദേശങ്ങളില് ജോലിക്ക് പോയി എന്നെ വളർത്തുകയും എനിക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസത്തിന് ആവശ്യമേറിയതായ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് തരുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞാന് കടന്നു പോകുന്ന മേഖലയിൽ എനിക്ക് എന്റെ അപ്പന്റെ ദേശമായ എടപ്പൂളാണ് ഞാൻ 5ാം ക്ലാസ് വരെ പഠിച്ചത്. 5ാം ക്ലാസ് പഠിക്കുമ്പോൾ അവിടുന്ന് ഞാൻ കൊടുകുളഞ്ഞി, അതായത് അമ്മയുടെ ദേശമാണ് കൊടുകുളഞ്ഞി. ആ കൊടുകുളഞ്ഞി ദേശത്ത് നിന്ന് ഞാൻ വണ്ടി കയറി. അന്ന് എനിക്ക് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായമേ ഉള്ളൂ. ഞാൻ വണ്ടി കയറി 2 ബസ് കയറിയാണ് ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം എനിക്ക് വണ്ടിക്കൂലി ഇല്ലാതെ ഞാൻ സ്കൂളിന്റെ അവിടുന്ന് നടന്ന് ഞാൻ ഒരു 10-50 കിലോമീറ്ററോളം ഞാൻ നടക്കുവാനിടയായി തീർന്നു കുഞ്ഞു പ്രായത്തില്. അങ്ങനെ ഒരുപാട് കഷ്ടതയിൽ കൂടി ഒരുപാട് ദുഃഖങ്ങളും എന്റെ ജീവിതത്തിൽ നേരിടുവാൻ ഇടയായി തീർന്നു. എങ്കിലും ഞങ്ങൾ ദൈവത്തെ മറന്നു പോകുവാനോ
ഇടയായില്ല. അങ്ങനെ ഞങ്ങൾ വെൺമണി താമസം തുടങ്ങിയപ്പോൾ എൻ്റെ അമ്മയുടെ സഹോദരന്മാര് അവര് CSA ബാക്ക്ഗ്രൗണ്ടിൽ ജീവിക്കുന്നവരാണ്. നീ ഈ കൊച്ചിനെ കൂടി കൊണ്ടുപോയി ബന്ധക്കോസിൽ കൊണ്ടുപോയി നശിപ്പിക്കാനാണോ എന്ന് പറഞ്ഞ് അവരെല്ലാരും കൂടി എന്നെ CSA കൊണ്ടുവന്ന് ചേർക്കുകയും CSAയിൽ അവരുടെ മക്കളുടെ കൂടെ എന്നെ കൊണ്ടുപോവുകയും അങ്ങനെ ഞാൻ CSAയിൽ ഞാൻ ആ പാരമ്പര്യ രീതിയിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അമ്മ ജോലി ഉപേക്ഷിച്ചിട്ട് നാട്ടിലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, ഞാൻ യേശുവിന് കർത്താവിന് വേണ്ടി ഞാൻ പൂർണ്ണമായിട്ട് ഇറങ്ങിത്തിരിക്കുക. എന്റെ കുഞ്ഞിന് ഞാൻ അന്ന് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം എന്റെ കുഞ്ഞിന് അപ്പം വീട്ടുകാർ പറഞ്ഞു അവനെ ഉപേക്ഷിച്ച് കള. ഞങ്ങൾ അപ്പൊ എന്റെ അമ്മയ്ക്ക് വേണ്ടി വേറെ വിവാഹം ആലോചിക്കുകയും അങ്ങനെ കുടുംബത്തില് അപ്പം എന്റെ അമ്മ പറഞ്ഞില്ല, എനിക്ക് വേറെ വിവാഹമൊന്നും വേണ്ട, എന്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ ജീവിക്കുവാണെന്ന് പറഞ്ഞു. ആ മനുഷ്യനെ ഇനി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ പപ്പ വിശ്വാസ ജീവിതത്തിലേക്ക് അടുത്തു വരുന്നത്. എന്റെ പപ്പ ദൈവം തൊടുവാനിടയായി തീർന്നു. മദ്യപാനം ഉപേക്ഷിച്ച് ചീട്ടുകളി ഉപേക്ഷിച്ച് ഞങ്ങളെ തേടി വരുവാനിടയായി തീർന്നു. അന്ന് മുതൽ കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങള് കുടുംബമായിട്ട് ആയിരിക്കാൻ. എങ്കിലും എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസത്തിലേക്ക് വരാൻ എനിക്ക് താല്പര്യമില്ല. എന്താന്ന് വെച്ചാൽ ഞാൻ CSA ബാക്ക്ഗ്രൗണ്ടിൽ എന്റെ അമ്മയുടെ സഹോദരന്മാർ അവരെന്നെ അങ്ങനെ കൊണ്ടുപോയതും അങ്ങനെ ആ ചിട്ടയിൽ വളർത്തിയതുകൊണ്ട് എനിക്ക് അവിടെ ഉപേക്ഷിച്ച് പോരുവാനോ എനിക്ക് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഇങ്ങനെ മുൻപോട്ട് പോകുന്ന സമയത്ത് എന്റെ പപ്പ ബൈബിൾ കോളേജിൽ പഠിക്കുവാൻ പോകുവാനിടയായി തീർന്നു. അന്നേരം എന്നോട് പറയുമായിരുന്നു, നീ മാത്രമേ ഉള്ളൂ അമ്മ, നമ്മൾ കുടുംബമായിട്ട് വേണം വിശ്വാസത്തിൽ നിൽക്കാൻ എന്നൊക്കെ പറയും. എന്നോട് സ്നാനപ്പെടാനൊക്കെ പറയുമായിരുന്നു. ഞാൻ പറയും എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, ഇതും ഇവിടെയും യേശുവിനെ അല്ലേ ആരാധിക്കുന്നത്, പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, വചനം വായിക്കുന്നുണ്ട്, ഇതൊക്കെ ഉണ്ടല്ലോ, ബന്ധക്കോസിൽ പോയെങ്കിൽ മാത്രമേ ആരാധനയുള്ളൂ പ്രാർത്ഥനയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരുപാട് തർക്കിക്കുകയും എനിക്ക് വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ ഓർണമെന്റ്സ് ഒക്കെ ഉപയോഗിച്ച് അങ്ങനെ ആ ഒരു നിലവാരത്തിലേക്ക് മുൻപോട്ട് പോകുന്ന സമയത്ത് ആണ് എന്റെ അമ്മ ഇങ്ങനെ ഉപസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനും പറഞ്ഞ് എന്നെ ചെറുപ്രായത്തിലെ എന്റെ പപ്പ ഇങ്ങനെ ആയിരുന്ന സമയത്ത് തന്നെ എന്നെ അമ്മ പ്രാർത്ഥിപ്പിക്കുമായിരുന്നു. ചെറുപ്പത്തിലെ ഉപവസിക്കാനും പ്രാർത്ഥിക്കുവാനും പഠിപ്പിക്കുമായിരുന്നു. ഉപവസിക്കണം, നമുക്ക് എന്ത് പ്രതികൂലം വന്നാലും അതിനെ നേരിടുവാനുള്ള ആ ഒരു കഴിവ് എന്റെ ചെറുപ്രായത്തിലെ എന്റെ അമ്മ എനിക്ക് നേടിത്തരുവാനിടയായി തീർന്നു. അങ്ങനെ അമ്മ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഞാനും കൂടെ പോയിരിക്കുമായിരുന്നു. അങ്ങനെ എന്റെ പപ്പ ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്നേരം പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടായി. അമ്മയും ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വന്നതുകൊണ്ട് എന്റെ വിദ്യാഭ്യാസത്തിനോ ഞങ്ങളുടെ വീട്ടു ചെലവിനോ ഒന്നും സാമ്പത്തികമായ ഭയങ്കര ഭാരവും പ്രയാസത്തോടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ അമ്മ അടുത്തുള്ള വീടുകളിൽ അമ്മ ജോലിക്കൊക്കെ പോയി എന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാൻ. അതിന്റെ ഇടയിൽ തന്നെ അമ്മ സുവിശേഷ വേലയ്ക്ക് പോകുമായിരുന്നു. കിട്ടുന്ന അവസരങ്ങളൊക്കെ ലഭിക്കുന്ന ചില ദിവസങ്ങളിലൊക്കെ ചില സഹോദരിമാരുണ്ടായിരുന്നു. അവരുടെ കൂട്ടത്തിൽ പോയി ട്രാക്ട് കൊടുക്കുവാനും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒക്കെ പോകുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുൻപോട്ട് പോകുന്ന സമയത്ത് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാന് അമ്മയുടെ കൂടെ ഇരുന്ന് ഇങ്ങനെ അമ്മ ഇങ്ങനെ 21 ദിവസം ഉപവാസം ഇരിക്കുന്ന സമയത്ത് ഞാൻ കൂടെ പോയിരുന്ന് ആരാധിച്ച് പാട്ടുപാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ പെട്ടെന്ന് എനിക്ക് എന്റെ മേലൊരു ശക്തി കടന്നു വരുവാനിടയായി തീർന്നു. ഞാൻ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ശക്തമായിട്ട് അന്ന് ആരാധിക്കുവാനിടയായി തീർന്നു. അങ്ങനെ അന്ന് ഞാൻ അഭിഷേകം പ്രാപിക്കാനിടയായി തീർന്നു. ആത്മാഭിഷേകം പ്രാപിച്ചു. എങ്കിലും ഈ ഓർണമെന്റ്സ് ഊരുകയോ CSA ബാക്ക്ഗ്രൗണ്ട് വിട്ടുവരികയോ ഒന്നും ചെയ്തില്ല. അങ്ങനെ 3 വർഷം എന്റെ പപ്പ ബൈബിൾ കോളേജിൽ പഠനം കഴിഞ്ഞിട്ട് ഞാൻ തിരികെ വരുമ്പോൾ സഭാചാർജ് അവര് പഠിപ്പിച്ച ബൈബിൾ കോളേജുകാര് അവര് സഭാ ശുശ്രൂഷ കൊടുക്കുവാൻ ഇടയായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ട് പോകാനൊക്കെ തീരുമാനമെടുത്തിരിക്കുന്ന സമയത്താണ് എല്ലാരും പറഞ്ഞു, കൊച്ചിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, നിങ്ങൾ പോകുന്നെങ്കിൽ പൊക്കും, പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തന്നെ പോയാൽ മതി എന്നൊക്കെ പറയും. അങ്ങനെ എന്റെ അമ്മയുടെ അമ്മ പറയുമായിരുന്നു. അമ്മച്ചിക്ക് എന്നെ വലിയ കാര്യമായിരുന്നു. എന്ത് കാര്യത്തിനായാലും എന്നെ സപ്പോർട്ട് ചെയ്തത് എന്റെ അമ്മച്ചിയായിരുന്നു.
അമ്മച്ചി എനിക്ക് വേണ്ടി എന്ത് വേണം, എനിക്ക് ഇന്നത് വേണം എന്ന് പറയുമ്പോൾ എനിക്കത് കാര്യങ്ങൾ സാധിച്ചു തരുമായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു എന്റെ അമ്മച്ചി. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, നീ രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം എന്ന് പറയുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ അവരുടെ നിർബന്ധത്താൽ ഞാൻ എന്ത് ചെയ്തു, ആ ഒരു അടുത്തുള്ള ഒരു ദൈവസഭയിൽ പോയി. അങ്ങനെ ഞാൻ അവിടെ പോയി എനിക്ക് പ്രാർത്ഥിക്കണം, ആരാധിക്കണം. ആരാധനയൊക്കെ കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞാൻ അങ്ങനെ സ്നാനപ്പെടുവാനിടയായി തീർന്നു. അവിടെ വെച്ച് 3 ദിവസം ഉപവാസം ഇരുന്ന് ഞാൻ സ്നാനപ്പെട്ടു എങ്കിലും എനിക്ക് പിന്നെയും ഞാൻ വീട്ടിലേക്ക് വരുമ്പോ ഇവിടെയും എന്റെ അമ്മയുടെ വീട്ടുകാരൊക്കെ CSI ബാക്ക്ഗ്രൗണ്ടിലായതുകൊണ്ട് പിന്നെ അവരുടെ കൂട്ടത്തിലേക്ക് പിന്നെയും പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ മുമ്പോട്ട് പോയി 10th കഴിഞ്ഞു. 10th ഈ വിശ്വാസ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ പപ്പായും അമ്മയും കൂടെ വിശ്വാസത്തിലേക്ക് ഇറങ്ങി തിരിച്ചപ്പോഴത്തേക്ക് എന്റെ വീട്ടിലുള്ളവര്, എന്റെ അമ്മയുടെ സഹോദരങ്ങളൊക്കെ ഞങ്ങളെ വെറുക്കുവാനും ഞങ്ങളെ ഒത്തിരി അപമാനവും മാനക്കേടും ഒക്കെ പറയുവാൻ ഇടയായി തീർന്നു. ഞങ്ങളെ ഒത്തിരി നിന്ദിക്കുകയോ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഭക്ഷണം തരികയില്ല, ഞങ്ങൾക്ക് ഭവനമൊന്നും ഇല്ലായിരുന്നു. അമ്മയുടെ മൂത്ത സഹോദരന്റെ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവര് ഞങ്ങൾ അവിടെ താമസിക്കുന്നതിന് ഒത്തിരി ഞങ്ങളെ ഉപദ്രവിക്കുകയും നിന്ദിക്കുകയും ഒക്കെ ചെയ്തു. എന്നാൽ അവിടുന്ന് ഞാൻ 10th ക്ലാസ് കഴിഞ്ഞപ്പോൾ എന്റെ അമ്മയും പപ്പായും കൂടെ സുവിശേഷ വേലയ്ക്കായിട്ട് നിരണം പറയുന്ന ദേശത്തേക്ക് പോകുവാനിടയായി തീർന്നു. അവിടെ എന്നെയും കൊണ്ടുപോകാനിടയായി തീർന്നു. അങ്ങനെ അന്ന് ഞാൻ ഓർണമെന്റ്സ് ഒക്കെ ഉപയോഗിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ ഇത് എന്നോട് ദൈവം സംസാരിക്കാതെ ഞാൻ ഇത് ഊരത്തില്ല എന്നുള്ള ഒരു വാശിയിലായിരുന്നു. എന്നാൽ ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് എന്നോട് ഇടപെടുവാനിടയായി തീർന്നു. ഓർണമെന്റ്സ് ഊരണമെന്ന് ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെടുവാനിടയായി തീർന്നു. അങ്ങനെയാണ് ഞാൻ ഓർണമെന്റ്സ് ഒക്കെ ഊരുവാനിടയായി തീർന്നത്. അങ്ങനെ വളരെ ജീവിതത്തില് പ്രതിസന്ധികളും പ്രശ്നങ്ങളും കടന്നുപോയി. വീട്ടില് പട്ടിണികളും പ്രയാസങ്ങളും. പപ്പായ്ക്ക് വലിയ വരുമാനമുള്ള സഭയൊന്നും അല്ലായിരുന്നു അന്ന് ലഭിച്ചത്. നിസ്സാര ഒരു ചെറിയ സഭയാണ് ലഭിച്ചത്. അവിടെ ഞങ്ങൾ ഒത്തിരി നാള് കഷ്ടതയോടെ, അതൊരു ഭവനത്തിൽ വെച്ചായിരുന്നു ആരാധന നടന്നുകൊണ്ടിരുന്നത്. അതിൻ്റെതായ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ മുൻപോട്ട് പോകുന്ന സമയത്ത് ഞാൻ +2 പഠിക്കുമ്പോൾ അവന്റെ വിദ്യാഭ്യാസത്തിന് ആവശ്യമേറിയ സാമ്പത്തികം ഒന്നും ലഭിക്കാൻ കഴിയാത്ത വിധത്തിൽ ഞങ്ങൾ വളരെയേറെ അഡ്മിഷൻ എടുക്കണം, അതിന് സാമ്പത്തികം വേണം. അതുപോലെ തന്നെ ടെസ്റ്റുകളും പുസ്തകങ്ങളൊക്കെ വാങ്ങുവാൻ സാമ്പത്തികം വേണം. അങ്ങനെ വളരെയേറെ ഭാരത്തോടെ ഇരിക്കുന്ന സമയത്ത് അമ്മ ഇങ്ങനെ അടുത്തൊരു വീട്ടിൽ ജോലിക്ക് പോകുവാനിടയായി തീർന്നു. അങ്ങനെ കുറച്ച് സാമ്പത്തികം കിട്ടി. അങ്ങനെ അവരോട് പറഞ്ഞ് എന്റെ മോള് 10th ക്ലാസ്സിൽ നല്ല മാർക്കോടെയാണ് പാസ്സായത്. അവളെ +1 അവളെ ഉപരിപഠനത്തിന് പഠിപ്പിക്കണം, അതിന് എനിക്ക് എന്റെ നിവൃത്തിയില്ല എന്നൊക്കെ പറയുമ്പോൾ അവര് പറഞ്ഞ്, ചേച്ചി ഞങ്ങള് മോക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരാമെന്ന് പറയും. അങ്ങനെ എന്റെ +2 വിദ്യാഭ്യാസത്തിനുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ +2 വിദ്യാഭ്യാസ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പാണ് +2 ഫസ്റ്റ് ഗ്രൂപ്പാണ് എടുത്ത് പഠിച്ചത്. അതിനുശേഷമായിട്ട് ഞാൻ +2 2ാം വർഷമായപ്പോൾ എന്റെ ഇളയ അമ്മാച്ചൻ, അതായത് അമ്മയുടെ സഹോദരൻ, ഭാര്യ ഉപേക്ഷിക്കപ്പെട്ട നിലയില് രോഗിയായി തീർന്ന് എന്റെ ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരുവാനിടയായി തീർന്നു. അന്ന് ആരുമില്ലായിരുന്നു നോക്കുവാൻ. ആ സമയത്ത് ഞാനും എന്റെ അമ്മയും ആണ്, എന്റെ പപ്പായും കൂടാണ് പ്രിയ അങ്കിളിനെ നോക്കുവാനിടയായി തീർന്നത്. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഹോസ്പിറ്റല്, സ്കൂള്, ഭവനം, ഇങ്ങനെയായിരുന്നു ഞാൻ. അമ്മ എപ്പോഴും ഹോസ്പിറ്റലിലായിരിക്കും. അങ്ങനെ എനിക്ക് എന്റെ വിദ്യാഭ്യാസം ശരിയായിട്ട് കൊണ്ടുപോകുവാനോ +2 എനിക്ക് കൊണ്ടുപോകാനൊന്നും ഇടയായില്ല. വളരെ ഭാരത്തോടെ ആയിരിക്കും എനിക്ക് എക്സാം നടക്കുന്ന സമയത്തൊക്കെ ഞാൻ ഹോസ്പിറ്റലിലായിരിക്കും. ഹോസ്പിറ്റലിൽ നിന്നാണ് ഞാൻ ഓടി എക്സാം സെന്ററിലേക്ക് പോകുന്നത്. അങ്ങനെ ഒത്തിരി പ്രയാസങ്ങൾ ആ സമയങ്ങളിലൊക്കെ നേരിട്ട്, കഷ്ടതയിൽ നിറഞ്ഞ അനുഭവങ്ങൾ, കഷ്ടതയുടെ ഒരു മൂർധന്യ അവസ്ഥയിൽ
ഒന്നുമില്ലാത്ത അവസ്ഥ എന്ന് പറയാം അതുപോലെ സാഹചര്യങ്ങൾ കൂടെ കടന്നുപോയി. അന്ന് ഞാൻ തീരുമാനിച്ചു, എന്റെ പപ്പ പറയുന്നത്, എനിക്കൊരു മകളാണ് ഉള്ളത്, ആ മകളെ ഞാൻ എനിക്കോ പൂർണ്ണമായിട്ട് കർത്താവിനെ എന്റെ ചെറുപ്രായത്തിൽ അറിയാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്റെ മകളെ ഞാൻ സുവിശേഷ വേലയ്ക്ക് വിടുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുവാനിടയായി തീർന്നു. എന്നാൽ ഞാൻ പറയുമായിരുന്നു, എനിക്ക് സുവിശേഷ വേല വേണ്ട, ഞാൻ സുവിശേഷ വേല ചെയ്യത്തില്ല, എനിക്ക് അങ്ങനെ ഒരു താല്പര്യം ഇല്ലാത്തൊരു വ്യക്തിയാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞ് ഞാൻ ഒത്തിരി ഓടി ഒളിക്കുന്ന അവസ്ഥയാണ്. സുവിശേഷത്തിൽ ഞാൻ ഒത്തിരി ഓടി ഒളിക്കുന്ന ഒരു അനുഭവമായിരുന്നു എനിക്ക് സുവിശേഷം. ഞാൻ പറയും, കർത്താവെ, എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, ആ സമയങ്ങളിലൊക്കെ എന്റെ ചെറുപ്രായത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു സമയം, പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെയായിരുന്നു: കർത്താവെ, ഞാൻ സുവിശേഷ വേലയ്ക്ക് കൊടുക്കാം, എന്നാൽ എനിക്ക് സുവിശേഷ വേല ചെയ്യാൻ വയ്യ കർത്താവെ. എന്റെ മാതാപിതാക്കൾ ഇറങ്ങി തിരിച്ച് ഒത്തിരി കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നത്. അതുപോലെ തന്നെ അനേക ദേവദാസന്മാരുടെ അനുഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ സുവിശേഷ വേല ചെയ്യാൻ വയ്യ, അതുകൊണ്ട് കർത്താവെ എന്നെ ഏൽപ്പിക്കണ്ട, വേറെ ആരെങ്കിലും ഏൽപ്പിക്കും എന്നൊക്കെയും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാൽ കർത്താവിന് എന്നെ കുറിച്ച് ആഗ്രഹമുണ്ടായിരുന്നത്, എന്നിലൂടെ കർത്താവിന്റെ നാമത്തെ ദേശങ്ങളിലൊക്കെ പോയി സുവിശേഷം അറിയിക്കണം എന്നുള്ളത്. ഞാൻ എത്രത്തോളം ദൈവത്തോട് പ്രാർത്ഥിച്ചു, അത്രത്തോളം ഈ കാലഘട്ടങ്ങളിൽ ദൈവം എന്നെ ശക്തമായിട്ട് പരസ്യയോഗങ്ങളിലൊക്കെ ദൈവം എന്നെ ഉയർത്തുവാൻ ഇടയായി തീർന്നു. അന്ന് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ, എനിക്ക് സുവിശേഷ വേല വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ മാറി നിന്ന അനുഭവങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. എന്നാൽ പറയട്ടെ, ഞാൻ +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് എനിക്കൊരു പനി ഉണ്ടാകുവാനും, ഒരു പനി എന്ന് പറയുമ്പോൾ സാധാരണ പനി പോലെ അല്ലായിരുന്നു വരുന്നത്. എനിക്ക് ദേഹത്തൊക്കെ വേദനയായിട്ട് ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ട് ഞാൻ ഇങ്ങനെ പക്ഷെ എനിക്ക് നല്ല വണ്ണം ഉള്ളത് കൊണ്ട് എനിക്ക് ഈ പനി വന്നിട്ട് ഈ ശരീരത്തിന് അത് അറിയാൻ കഴിഞ്ഞില്ല. അങ്ങനെ വന്ന് ഞാനിങ്ങനെ പോകുമ്പോൾ എല്ലാരും എന്നോട് ചോദിക്കുന്നുണ്ട്, എന്റെ കൂട്ടുകാരൊക്കെ എന്റെ കൂടെ പഠിക്കുന്നവരൊക്കെ എന്നോട്, ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കുന്നു, എന്താ ബിൻസി, നിനക്ക് നല്ല നിറം വെച്ചിട്ടുണ്ടല്ലോ, നല്ലതാണല്ലോ, ഇപ്പൊ നിന്നെ കാണാൻ നല്ലതാണല്ലോ, നീ എന്തോ ഒക്കെ എന്നോട് ചോദിക്കും. ഞാൻ അന്നേരം ഒക്കെ ചിരിച്ച് തള്ളുന്നവരാണ്. പക്ഷെ എന്റെ ശരീരത്തിന് ക്ഷീണങ്ങൾ ഓരോ ദിവസം കഴിയുമ്പോഴും ക്ഷീണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ്. അങ്ങനെ ഒരു +2 പ്രാക്ടിക്കൽ എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് പെട്ടെന്ന് എനിക്കൊരു വയ്യാഴി ഉണ്ടായി. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്റെ യൂറിനൊക്കെ കാപ്പിപ്പൊടി, നമ്മൾ കാപ്പി ഇടുന്നത് പോലുള്ള കളറിലേക്ക് യൂറിനൊക്കെ വരുവാനിടയായി തീർന്നു. അങ്ങനെ ഇപ്പൊ എല്ലാവർക്കും ഭയമായി. പെട്ടെന്ന് എനിക്ക് ബോധം മറയുവാനിടയായി തീർന്നു. അങ്ങനെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. നിസ്സാരം പനിയാണെന്നൊക്കെ പറഞ്ഞ് അവര് പനിക്കുള്ള മരുന്നൊക്കെ തന്നെ എന്നെ വിടുവാന്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്ക് എനിക്ക് തീരെ വയ്യ, എന്റെ ദേഹം എല്ലാം ചൊറിഞ്ഞ് തടിക്കുവാൻ തുടങ്ങി. എല്ലാരും പറഞ്ഞു, മരുന്നിന്റെ റിയാക്ഷൻ, നീ ആഹാരം കഴിക്കാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞു. ആഹാരം കഴിച്ചിട്ട് ഛർദ്ദിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ഞങ്ങളുടെ അടുത്തൊരു ആന്റി നേഴ്സാണ്. പുള്ളിക്കാരി പറഞ്ഞു, എത്രയും വേഗം എന്റെ അമ്മയോട് പറഞ്ഞു, എത്രയും വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അവളെ വെച്ചുകൊണ്ടിരിക്കരുത് എന്ന് പറയുവാനിടയായി തീർന്നു. അങ്ങനെ ചെങ്ങന്നൂർ താലൂക്ക് ഹോസ്പിറ്റൽ അവിടെ അഡ്മിറ്റ് ആക്കുവാനിടയായി തീർന്നു. അവിടെ വെച്ച് ഡോക്ടർമാർ എന്റെ ഡോക്ടർ എന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ബോധം മറയുവാനിടയായി തീർന്നു. അങ്ങനെ എന്നെ നോക്കി വെച്ച് പറഞ്ഞു, 48 മണിക്കൂർ എനിക്ക് അബോധാവസ്ഥയിലേക്ക് പോകാൻ, മരണത്തോടും ഒരു മല്ലടിക്കുന്ന ഒരു സമയമായിരുന്നു ആ ടൈം എന്ന് പറയുന്നത്. എന്നിട്ട് എന്റെ അമ്മയുണ്ട്, എന്റെ ഇളയ അമ്മാച്ചനുമുണ്ട്. അവര് രണ്ടുപേരും കൂടെ പറഞ്ഞ്, ഡോക്ടറെ, മോള് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്, അവളെ എങ്ങനെയും രക്ഷിക്കണം എന്ന് പറയുവാനിടയായി തീർന്നു. അപ്പൊ പറഞ്ഞു, ഞങ്ങൾ നോക്കട്ടെ എന്ന് പറയുവാനിടയായി. പെട്ടെന്ന് ഡോക്ടർ വന്ന് പറഞ്ഞു, 48 മണിക്കൂറാണ് എന്റെ ആയുസ് പറയുവാനിടയായി തീർന്ന്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈശ്വരനോട്, ദൈവത്തോട് പ്രാർത്ഥിക്കുക, മകൾക്ക് പൂർണ്ണമായ ഒരു വിടുതൽ, അവളുടെ ശരീരം മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുവാനിടയായി തീർന്നു. എന്നെ ഹോസ്പിറ്റൽ എന്നെ അവിടെ കിടത്തി, ബെഡിൽ കിടത്തി. ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് എന്റെ പപ്പായ കടന്നു വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ എനിക്ക് എന്റെ മകളെ ഒന്ന് കാണാൻ ഡോക്ടറോട് ആവശ്യപ്പെടുവാനിടയായി തീർന്നു. അങ്ങനെ എന്റെ അമ്മയും പപ്പായും കൂടെ എന്റെ അരികിൽ വന്നിട്ട് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. കർത്താവെ, ഞങ്ങൾക്ക് ദൈവം ദാനമായിട്ട്
ഒരു മകളെ ദൈവം ദാനമായിട്ട് തന്നുള്ളൂ. ആണായിട്ടും പെണ്ണായിട്ടും ഒരാളെ ഉള്ളൂ. അത് കർത്താവിന്റെ വേലയ്ക്ക് നിന്റെ നാമത്തിന് വേണ്ടി ഞങ്ങൾ വേർതിരിച്ചിരിക്കുന്ന പൈതലാണ്. അവളെ ആയുസ്സോടെ ആരോഗ്യത്തോടെ തരുന്നുവെങ്കിൽ കർത്താവിന്റെ നാമത്തിന് വേണ്ടി എന്ന് പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നു. ക്ഷണത്തിൽ എന്ന് പറയട്ടെ, 48 മണിക്കൂർ എന്ന് പറഞ്ഞ സ്ഥാനത്ത് എന്റെ ആയുസ് എന്റെ ദൈവം എനിക്ക് വീണ്ടും തിരിച്ചു തരുവാൻ ഇടയായി തരുന്നു. എനിക്ക് പൂർണ്ണ സൗഖ്യത്തോടെ അങ്ങനെ ഞാൻ ഒരു മാസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് കിടക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിരുന്നു. ഇഞ്ചക്ഷനും മറ്റു കാര്യങ്ങളും ആന്റിബയോട്ടിക് ഒക്കെ ചെയ്യേണ്ടതായ സാഹചര്യം ഉള്ളത് കൊണ്ട് എന്നെ ഒരു മാസത്തോളം അഡ്മിറ്റ് ചെയ്യുവാനിടയായി തീർന്നു. എനിക്ക് ആ സമയത്തൊന്നും പ്രാക്ടിക്കൽ എക്സാമും അതുപോലെ തന്നെ എക്സാം ഒന്നും എനിക്ക് എഴുതാൻ കഴിഞ്ഞില്ല, എഴുതാൻ കഴിഞ്ഞില്ല. +2 ഞാൻ വളരെ ഭാരത്തോടെ ഇരിക്കും. അങ്ങനെ ഞാൻ ഹോസ്പിറ്റൽ കിടക്കലായിരിക്കുമ്പോഴും ആ പപ്പ എന്നും വന്നിട്ട് പറയും, മോനെ എനിക്ക് ഞാൻ സംസാരിക്കാറാകുമ്പോഴൊക്കെ അടുത്ത് വന്നിച്ച് എന്നോട് പറയും, മോനെ നീ സുവിശേഷ വേലയ്ക്കുള്ള നീ പ്രാർത്ഥിക്കണം എന്നൊക്കെ ഇപ്പൊ എന്നോട് പറയുമായിരുന്നു. ഞാൻ പറഞ്ഞു, പപ്പായ്ക്ക് വേറെ പണിയൊന്നുമില്ലേ, എന്നെ എന്തിനാ ഇങ്ങനെ സുവിശേഷ വേല, നിങ്ങളൊക്കെ കഷ്ടം അനുഭവിക്കണം, അതുപോലെ എന്നെയും കഷ്ടം സഹിക്കണം, എനിക്ക് പഠിച്ച് എനിക്ക് ജോലി മേടിക്കണം. 10 രൂപ എന്റെ കയ്യിലുള്ള, ഞാനൊരു പെണ്ണാ, എന്നെ വിവാഹം ചെയ്ത് കഴിച്ച് വിടുന്ന ആള് പപ്പായും അമ്മയെ നോക്കണമെന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഞാന് പുച്ഛത്തോടെ പപ്പായും അമ്മയും പറയുന്നതൊക്കെ ഞാൻ തള്ളി നീക്കുമായിരുന്നു. പക്ഷെ എന്റെ അമ്മയ്ക്ക് എന്നെ ഒരു ജോലി മേടിച്ച് ജോലിയുള്ള ഒരു ജോലിക്കാരന്റെ കൂടെ വിവാഹം കഴിക്കണമെന്നായിരുന്നു എന്റെ അമ്മയ്ക്ക് ആഗ്രഹം. എന്നാൽ എനിക്ക് എന്റെ പപ്പായ്ക്ക് എന്നെ സുവിശേഷ വേലയ്ക്ക് തന്നെ വിടണമെന്നായിരുന്നു എന്റെ പപ്പായ്ക്ക് ആഗ്രഹം. അങ്ങനെ ഞാനൊരു അവിടെ ബെഡിലായിരിക്കും, ഹോസ്പിറ്റൽ എന്നെ വാർഡിൽ വാർഡിലായിരിക്കുമ്പോ അവിടെ ഒരു സഹോദരി, ഏതാണ്ട് ഞാൻ 10-15 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഒരു ആന്റി അവിടെ ട്രാക്ട് കൊടുക്കുവാൻ ആ ഹോസ്പിറ്റലിൽ കടന്നു വരുവാനിടയായി തീർന്നു. ആ ആന്റി ഇപ്രകാരം കടന്നു വന്നിട്ട് ട്രാക്ട് തന്നേച്ച് എന്റെ കിടക്കെ ട്രാക്ട് വെച്ചിട്ട് തിരിച്ചു പോയേച്ച് അടുത്ത വാർഡിൽ പോയി ട്രാക്ട് കൊടുത്തതിന് ശേഷമായി തിരികെ വീണ്ടും കടന്നു വരുവാനിടയായി തീർന്നു. വന്നേച്ച് എന്റെ അടുത്ത് കടന്നു വന്നേച്ച് പറഞ്ഞ്, മോളെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവാത്മാവ് എന്നോട് ശക്തമായിട്ട് ഇടപെടുന്നു എന്ന് പറയുവാനിടയായി തീർന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ആന്റി ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, എനിക്ക് ഇഷ്ടമാണ് പ്രാർത്ഥനയൊക്കെ, വളരെ താല്പര്യമുള്ള കൂട്ടത്തിലാണ്, ആന്റി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊക്കെ പറയുവാനിടയായി തീർന്നു. ആന്റി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുകയും ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെടുവാനിടയായി തീർന്നു. ആന്റിയിലൂടെ എന്നോട് ഇടപെടുവാനിടയായി തീർന്നു. നിന്നെ ഞാൻ എന്റെ വേലയ്ക്കായി കണ്ടിരിക്കുന്നു, ഈ സുവിശേഷ വേലയ്ക്ക് എന്റെ വേലയ്ക്ക് വേണ്ടി നീ ഇറങ്ങണമെന്ന് പറയുവാനിടയായി തീർന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ ആന്റി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഇല്ല ആന്റി, ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങത്തില്ല എന്ന് ഞാൻ പറയുവാനിടയായി തീർന്നു. അപ്പോൾ ആന്റി ഇങ്ങനെ എന്നെ പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞിട്ട് എന്നോട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കാൻ, എന്റെ ജനനം മുതൽ ഞാൻ ഇപ്പോൾ എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതായ കാര്യങ്ങൾ പ്രിയ ദേവദാസി കൂടെ പറയുവാനിടയായി തീർന്നു. എന്റെ കണ്ണിൽ കൂടെ വളരെ ശക്തമായിട്ട് കണ്ണുനീർ ഒഴുക്കുവാൻ ഞാൻ ഇടയായി തീർന്നു. ഞാൻ ദൈവസന്നിധിയിൽ ആ വാക്കുകൾക്ക് മുമ്പാകെ ഞാൻ ഏൽപ്പിച്ചു, കർത്താവെ നീ എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നുവോ, ഇത്രമാത്രം എന്നെ കരുതുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഞാൻ ദൈവസന്നിധി വാവിട്ട് കരയുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ ദൈവസന്നിധിയിൽ അന്ന് ഞാനൊരു തീരുമാനമെടുത്ത് എന്റെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഞാൻ നിൽക്കും, കർത്താവിന്റെ നാമത്തിനെ ഉയർത്തുവാൻ എനിക്ക് കർത്താവിനെ അനേകരുടെ ഇടയിൽ ഒരു വ്യക്തിയോടെങ്കിലും എന്റെ യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയണമെന്നുള്ള ആ തീരുമാനം അന്ന് ഞാൻ പൂർണ്ണമായിട്ട് എടുക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ പറയട്ടെ, ഞാൻ എന്റെ വിദ്യാഭ്യാസം ഞാൻ +2 പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് ഞാൻ നിൽക്കുന്ന സമയത്ത് +2 വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞതിന് ശേഷമായിട്ട് എന്റെ പ്രിയ എന്റെ അമ്മയുടെ ഒരു സഹോദരി കസിൻ സിസ്റ്റർ ഡൽഹിയുടെ പ്രദേശത്ത് ജോലിയിലായിരിക്കുന്നു. അവരെന്നെ ഡൽഹിയിൽ എന്റെ അമ്മ പറയുവാനിടയായിത്തീർന്നു, അവളെ കൂടെ കൊണ്ടുപോകുവാൻ പറയുവാനിടയായിത്തീർന്നു. അങ്ങനെ ഞാൻ ഡൽഹിയുടെ പ്രദേശത്ത് പോകുവാനിടയായിത്തീർന്നു. ഡൽഹിയിൽ ഓട്ടോമൊബൈൽ കമ്പനിയിൽ ജോലി ചെയ്യുകയും അതൊരു സെൻട്രൽ ഗവൺമെന്റ് അംഗീകാരമുള്ള ഒരു സ്ഥാപനമായിരുന്നു. അവിടെ ഞാൻ ജോലിയിൽ അത് എന്റെ അമ്മയുടെ കസിൻ സിസ്റ്ററായ ആന്റിയാണ് കൊണ്ടുപോയത്. അവിടെ നിൽക്കുമ്പോൾ എന്റെ കൂടെ ആന്റിയുടെ ഹസ്ബൻഡിന്റെ സഹോദര പുത്രിയും കൂടെ ഉണ്ടായിരുന്നു. അതായത് അവളും ഞാനും കൂടെ ആയിരുന്നു ജോലിയിൽ പ്രവേശിച്ചത്.
എന്നാൽ ആന്റി ഞങ്ങളോട് വളരെ അവളോട് വേറൊരു സ്നേഹം, എന്നോട് വളരെ വേറൊരു സ്നേഹം, അങ്ങനെ വളരെ അവിടെയും എനിക്ക് പ്രതികൂലങ്ങൾ വളരെ നേരിടുവാൻ ഇടയായി തീർന്നു. ആ ഞാൻ അവിടെ ചർച്ചക്കൂടിന്റെ ആരാധനയ്ക്കാണ് പോയിക്കൊണ്ട്, ആന്റി ഞങ്ങളെ അവിടെ പരിചയപ്പെടുത്തിയത് ചർച്ചക്കൂടിന്റെ ആരാധനയിലാണ്. അവിടെ ഞങ്ങൾ ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക. അവിടുത്തെ പാസ്റ്റർ എന്നെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുവാൻ, എന്നെ ഏൽപ്പിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞാന് അവിടെ അവിടെ ആരാധനയും അവിടെ ആത്മീയമായി ഞാൻ വളരെ മുൻപന്തിയിൽ നിൽക്കുകയും, അതുപോലെ തന്നെ എനിക്ക് ജോലിയിലാണെങ്കിലും എനിക്ക് ആത്മാർത്ഥതയോടെ ജോലിയിൽ ഞാൻ പ്രവേശിക്കുകയും എന്റെ ആത്മാർത്ഥതയൊക്കെ, ജോലിയിലുള്ള ആത്മാർത്ഥതയൊക്കെ കണ്ടിട്ട് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചില അവിടെ സൂപ്പർവൈസറായിട്ട് നിൽക്കുന്ന ചില വ്യക്തികൾ പറഞ്ഞു, നീ ഇവിടെ നിൽക്ക്, നിനക്ക് നല്ല ഭാവിയുണ്ട്, നീ ഞങ്ങള് അതിന്റെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു തരാൻ, നിന്നെ നല്ല പോസ്റ്റിലേക്കൊക്കെ ആക്കി തരാം എന്നൊക്കെ പറയുവാനിടയായി തീർന്നു. എന്നാൽ ഞാന് അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് വളരെ സന്തോഷമായി. എനിക്ക് എന്റെ മാതാപിതാക്കളെ നോക്കാം, അവർക്ക് 10 രൂപ എനിക്ക് കൊടുത്ത് സഹായിക്കാം. അപ്പൊ എന്റെ ജോലി എന്ന് പറയുമ്പോൾ ഷിഫ്റ്റാ. രാവിലെ 6-ന് കയറിയാൽ 2 മണിക്ക് ഇറങ്ങാം. അപ്പം ബാക്കിയുള്ള സമയങ്ങൾ എനിക്ക് കർത്താവിന്റെ വേലയും ചെയ്യാം. എന്റെ ചിന്തകളാണ് എനിക്ക്. അപ്പൊ അങ്ങനെ ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ, അതുപോലെ തന്നെ ഈവനിങ് ഡ്യൂട്ടി ആണെങ്കിൽ 2-ന് കയറിയാൽ രാത്രി 11 മണിക്ക് ഇറങ്ങാം. എനിക്ക് റൂമിൽ വരാം. അങ്ങനെ ഞാൻ മുമ്പോട്ട് പോകുന്ന സമയത്താണ് ഞാൻ അവിടെ ആത്മീയമായിട്ട് എനിക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ അവിടുത്തെ പാസ്റ്ററിന്റെ മകളും പാസ്റ്ററിന്റെ വൈഫും ഒക്കെ ആയിട്ട് ഞങ്ങൾ അവിടെ ട്രാക്ട് കൊടുക്കുവാനൊക്കെ ഡൽഹിയുടെ പ്രദേശത്തൊക്കെ പോകാനിടയായി തീർന്നു. സൺഡേ സ്കൂൾ പഠിപ്പിക്കുകയും അങ്ങനെ ഞാൻ വളരെ ആക്റ്റീവായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് എന്റെ കൂടെ വർക്ക് ചെയ്ത് അവര് പറഞ്ഞു, എത്രയും വേഗത്തിൽ പാസ്പോർട്ട് എടുക്കാമെങ്കിൽ നിന്നെ വിദേശത്ത് അയക്കാം. കമ്പനിയുടെ തന്നെ വിദേശ കമ്പനിയുണ്ട്, വിദേശത്ത് കമ്പനിയുണ്ട്, അവിടെ നിന്നെ അയക്കാം, അപ്പൊ നിനക്ക് നല്ല വരുമാനം ഒക്കെ ആകും എന്നൊക്കെ പറയാനിടയായിരുന്നു. അപ്പോഴാണ് എന്റെ കൂടെ നിന്ന് കൂടെ നിൽക്കുന്ന ആ പ്രിയ സഹോദരി അവൾക്ക് നാട്ടിൽ പോകണമെന്നും പറഞ്ഞ് ഭയങ്കര വാശിയും കരച്ചിലും ബഹളവും ഒക്കെ ഉണ്ടാക്കി. അങ്ങനെ പിന്നെ ആന്റിയുടേതായ രീതി, ആന്റിക്കാണെങ്കിൽ ഞങ്ങളെ വിടണമെന്ന് താല്പര്യമില്ല. ആന്റിക്ക് മോർണിംഗ് ഡ്യൂട്ടി ആണെങ്കിൽ ഞങ്ങൾക്ക് ഈവനിങ് ഡ്യൂട്ടി. അങ്ങനെ ഞങ്ങൾ ഒരു ഞങ്ങള് ഡ്യൂട്ടിയൊക്കെ ഞങ്ങൾ ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ധാരണയിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ ആന്റിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. അവര് മൂത്ത ആള് 1-ാം ക്ലാസ്സിലും ഇളയാള് LKG പഠിക്കുന്ന സമയങ്ങളാണ്. അപ്പൊ ആ കുഞ്ഞുങ്ങളെ നോക്കണം. കൂടുതലായിട്ട് ആന്റി ഞങ്ങളെ അവിടെ കൊണ്ടുപോകാനുള്ള കാരണം തന്നെ ഈ പിള്ളേരെ നോക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങളെ അവിടെ കൊണ്ടുപോകാനിടയായി തീർന്നത്. അങ്ങനെ അവിടെയും തിക്താനുഭവങ്ങൾ. ഞാൻ എന്ത് ചെയ്താലും എനിക്കത് കുറ്റമായിട്ട് വരികയും, എനിക്കൊരു ജോലി ഞാനൊരു വീട്ടിൽ എന്തെങ്കിലും ഒരു ജോലി ചെയ്താൽ അത് വേണ്ട, അതെങ്ങനെ നീ എന്തോ ചെയ്തു വെച്ചിരിക്കുന്നത്, അത് നല്ലതാണെങ്കിൽ പോലും എന്നെ അങ്ങ് കുറ്റം പറയുന്ന അനുഭവങ്ങളാണ്. എനിക്ക് വളരെ ഭാരവും പ്രയാസം. ഞാൻ ആരോടും പറയത്തില്ല. ചില സമയങ്ങളിലൊക്കെ ഞാൻ അവിടെ നിന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് കരയാൻ, വീട്ടുകാരോട് പറയാൻ ഒക്കുമോ? പപ്പായോട് പറയാൻ ഒക്കത്തില്ല. പപ്പ പറഞ്ഞ നിന്നെ സുവിശേഷവേലയ്ക്ക് ഞാൻ വിട്ടതാ, വിടാനാ എനിക്ക് ആഗ്രഹം. നീ അത് കൂടാതെ നീ ജോലിക്ക് പോയി, നിന്റെ ഇഷ്ടത്തിന് നീ പോയതല്ലേ, ജോലിക്ക് പോയതല്ലേ. അപ്പൊ ഞാൻ എന്റെ അമ്മയോട് ഞാൻ അനുഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. പറഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര പ്രയാസം, അമ്മയ്ക്ക് പെട്ടെന്ന് കയറി വിഷമം ഉണ്ടാകുന്നത്. അങ്ങനെ വന്ന് ഞാൻ പലതും പറയാതെ, ആന്റി കാണിക്കുന്ന പല കാര്യങ്ങളും ഒന്നും ഞാൻ വീട്ടിൽ പറയാറില്ല. അങ്ങനെ കുറെ നാള്, അങ്ങനെ ഒരു 8-9 മാസത്തോളം ഞാൻ ഇങ്ങനെ കടിച്ചു പിടിച്ചു പോയി. അങ്ങനെ ഞാൻ പറഞ്ഞ അവസാനം ഞാൻ ഒരു വർഷം തികച്ചു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ആന്റി ഞാന് നാട്ടിൽ പോവാണ്, അല്ലെങ്കിൽ എന്നെ ബാച്ചിലർ പിള്ളേർ താമസിക്കുന്ന അവരുടെ കൂടെ എന്നെ താമസിപ്പിക്കണമെന്ന് പറഞ്ഞു. അന്നേരം ആന്റി പറഞ്ഞു, ഇല്ല പറ്റത്തില്ല, നിന്റെ അമ്മ എന്നെ ഏൽപ്പിച്ചാണ് വിട്ടിരിക്കുന്നത്, എനിക്കതുപോലെ നിന്നെ നാട്ടിലെത്തി വിശ്വസ്തയോടെ എനിക്ക് എത്തിക്കേണ്ട, നിന്റെ നാട്ടിൽ വിട്ടേക്കാം. അങ്ങനെ ആന്റി ടിക്കറ്റ് എടുത്തു വരികയും ഞങ്ങൾ ഇങ്ങനെ നാട്ടിൽ പോരുവാനിടയായി തീർന്നു. എനിക്ക് വളരെ ഭയങ്കര ആഗ്രഹമുള്ള ഒരു കാര്യമായിരുന്നു നോർത്ത് ഇന്ത്യൻ സുവിശേഷ വേലയോട് ഭയങ്കര താല്പര്യം. ഇപ്പോഴും എനിക്ക് ആ ഒരു ആഗ്രഹം എന്റെ മനസ്സിലുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ അവിടെ പോയി അവിടുത്തെ പ്രവർത്തനങ്ങൾ, അവരുടെ ഒരു വർഷം കൊണ്ട് ഞാൻ അവിടെ അവിടുത്തെ പാസ്റ്ററും ആന്റിയും അതുപോലെ തന്നെ അവിടുത്തെ
സുവിശേഷ വേലയോട് താല്പര്യമുള്ള ചില വ്യക്തികൾ ഉണ്ടായിരുന്നു. അവരുമായിട്ടൊക്കെ ഞങ്ങൾ വളരെ സഹകരണത്തോടെ മുമ്പോട്ട് പോകുമ്പോൾ എന്നെ അവർ വിളിച്ചുകൊണ്ട് പോവുകയും പ്രാർത്ഥിപ്പിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പം അതുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു എനിക്ക് നോർത്ത് ഇന്ത്യൻ സുവിശേഷ വേലയോട്. പക്ഷെ അതൊന്നും സാധിച്ചില്ല. എന്നാൽ ഞാനിങ്ങനെ നാട്ടിൽ വരികയും ബൈബിൾ കോളേജിൽ പഠിക്കുവാൻ ഇടയായി തീർന്നു. എന്നെ ആന്റി ഇങ്ങനെ നാട്ടിലേക്ക് വിടുവാൻ ഇടയായി തീർന്നു. അങ്ങനെ നാട്ടിൽ വന്നു. കുറെ നാള് ഞാൻ വീട്ടിൽ നിന്ന് പിന്നെ ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുവാൻ ഇടയായി തീർന്നു. ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദേവദാസനുമായിട്ടുള്ള കല്യാണാലോചന. അപ്പോഴും ഞാൻ പറയാം, ഞാൻ സുവിശേഷ വേല എന്റെ ജോലിയോടുള്ള ബന്ധത്തിൽ ഞാൻ ഡൽഹിയിൽ പോയ സമയത്ത് അവിടെ എന്റെ ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും, എനിക്ക് നിൽക്കാൻ വയ്യാത്ത പ്രയാസങ്ങളൊക്കെ ഉണ്ടായത്, അവരിൽ നിന്നൊക്കെ ഉണ്ടായത്, കർത്താവ് എന്നെ കുറിച്ച് ആഗ്രഹിച്ച ഒന്നുണ്ട്. എന്നെ കർത്താവിന്റെ വേലയ്ക്ക്, കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിച്ചു. കർത്താവ് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞ പൗലോസ് പറയുന്ന പോലെ, ലോക സ്ഥാപനത്തിന് മുമ്പേ എന്നെ കണ്ട് എന്റെ ദാവീദ് പറയുന്ന പോലെ, എന്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ പിണ്ടാകാരമാകുന്നതിന് മുമ്പേ എന്നെ കണ്ട കർത്താവ്. ആകയാൽ എനിക്ക് പറയാൻ കഴിയും, എന്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുമ്പേ, ലോക സ്ഥാപനത്തിന് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പേ എന്നെ കണ്ട എന്റെ കർത്താവ്. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ആയിരിക്കുന്നത്. അങ്ങനെ ഞാൻ എന്റെ ബൈബിൾ കോളേജ് വിദ്യാഭ്യാസം വീട്ടിൽ നിന്ന് വന്നു പോയാണ്. അന്ന് പപ്പ അവിടെ ശുശ്രൂഷയിലായിരുന്നത് കൊണ്ട് എനിക്ക് വന്നു പോയി വചനം പഠിക്കുവാനൊക്കെ ഇടയായി തീർന്നു. അങ്ങനെ 1 വർഷം വചനം പഠിച്ചുകൊണ്ട് ലാസ്റ്റ് സമയം എനിക്ക് അടുത്ത് വന്നപ്പോഴാണ് കർത്താവിന്റെ ദാസന്റെ പപ്പ വീട്ടിൽ വരുവാനിടയായി തീർന്നു. ബൈബിൾ കോളേജിൽ വരുവാനിടയായി തീർന്നു. അതായത് പാസ്റ്ററിന്റെ, അതായത് എന്റെ ഹസ്ബൻഡിന്റെ ആന്റിയുടെ മകൻ എന്റെ കൂടെ ബൈബിൾ കോളേജ് എന്റെ സീനിയർ ആയിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം മുഖേനയാണ് ഞങ്ങളുടെ വിവാഹം ആലോചന പ്രപ്പോസൽ മുമ്പോട്ട് വെക്കുവാൻ ഇടയായി തീർന്ന്. അങ്ങനെ എന്നെ കാണുവാൻ അവിടെ വന്നു. എന്നോട് ചോദിച്ചു, മോളെ വിവാഹം കഴിച്ചയക്കുമോ എന്ന് ചോദിക്കുവാൻ ഇടയായി തീർന്നു. ഞാൻ പറഞ്ഞു എന്റെ പപ്പായോട് ചോദിക്കുക, പപ്പ പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ പപ്പായുടെ ഫോൺ നമ്പർ കൊടുക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ പപ്പായുടെ ആയിട്ട് ഇവര് തമ്മിൽ രണ്ടുപേരും, അവിടുത്തെ പപ്പായും ഇവിടുത്തെ പപ്പായും തമ്മിൽ കോണ്ടാക്ട് ചെയ്യുവാനിടയായി തീർന്നു. അങ്ങനെ ഞങ്ങള് പ്രപ്പോസൽ മുമ്പോട്ട് പോവുകയും ഞങ്ങളുടെ വിവാഹം നിശ്ചയിക്കുവാനൊക്കെ ഇടയായി തീർന്നു. നിശ്ചയിക്കുമ്പോൾ എന്റെ പപ്പ വിശ്വാസത്തോടെ എനിക്ക് കൊടുക്കേണ്ട സാമ്പത്തികമൊക്കെ പറയുവാനിടയായി തീർന്നു. എന്നാൽ ഞങ്ങളുടെ പക്കൽ ഒന്നുമില്ല. എന്റെ വിവാഹം നടത്തുവാൻ എന്റെ പപ്പായുടെ കയ്യിൽ 1 രൂപ പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് എന്റെ പപ്പ എന്നെ വാക്ക് പറയുവാനിടയായി തീർന്നത് എന്ന് പറയട്ടെ. ഞങ്ങൾ എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞ് ഇവരൊക്കെ പറഞ്ഞ് തുക കൊടുക്കുവാനോ എടുക്കുവാനോ ഒന്നും സാധിച്ചില്ല. ഞങ്ങൾ വളരെ ഭാരപ്പെട്ടു. എന്റെ പപ്പായും ഞാനും കൂടെ, എന്റെ അമ്മയും കൂടെ, ഞങ്ങൾ 3 പേരും കൂടെ മുഴങ്കാലം മടക്കി ദൈവസന്നിധി പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നു. ഒരു പായ ഇട്ടിട്ട് ആ പായ്ക്കകത്ത് മുഴങ്കാലം മടക്കി ഞങ്ങൾ 3 പേരും കൂടെ കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നത്. അത്ഭുതം എന്ന് പറയട്ടെ. പപ്പായും പരസ്യയോഗം പ്രസംഗിക്കുന്ന വ്യക്തിയെ, പരസ്യയോഗത്തിൽ ഏതാണ്ട് 23 വർഷമായി എന്റെ പപ്പ പരസ്യയോഗം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ പരസ്യയോഗം ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ ഒരു ദേവദാസൻ ഇങ്ങനെ പരിചയപ്പെടുവാനിടയായി തീർന്നു. ദേവദാസൻ എനിക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്തു. എങ്കിൽ തന്നെയും പപ്പ പരസ്യയോഗം ഇങ്ങനെ എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷമായിട്ട് പപ്പ പരസ്യയോഗത്തിനായിട്ട് മുമ്പോട്ട് ഇങ്ങനെ പോയിട്ട് പരസ്യവും കഴിഞ്ഞ് തിരികെ വരുമ്പോൾ പ്രിയ അങ്കിളിനെ കാണുവാനിടയായി തീർന്നു. അങ്കിൾ അങ്ങനെ ചോദിച്ചു, പാസ്റ്ററെ മോളുടെ വിവാഹമൊക്കെ അനുഗ്രഹമായിട്ട് നടന്നില്ലേ, എന്തിനാ ഭാരത്തോടെ ഇരിക്കുന്നത് എന്ന് പറയുവാനിടയായി തീർന്നു. പെട്ടെന്ന് പപ്പ പറയുവാനിടയായി, ദൈവത്തിന് ഇല്ല അച്ചായ, കാര്യങ്ങളൊന്നും ആയിട്ടില്ല, എന്റെ മകളുടെ അവരോട് പറഞ്ഞ പൈസയൊന്നും കൊടുക്കുവാനിടയായില്ല എന്ന് പറയുവാനിടയായി തീർന്നു. എന്നാൽ പറയട്ടെ, പ്രിയാച്ചായന് അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് പപ്പ ഭവനത്തിൽ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങാൻ നേരത്ത് ഒരു ചെക്ക് ഒപ്പിട്ട് കൊടുക്കുവാനിടയായി തീർന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമാണ് എന്റെ വിവാഹം നടക്കുവാനിടയായി തീർന്നത്. പാസ്റ്റർക്ക് എത്ര രൂപ വേണമെങ്കിലും ഇതിനകത്തുനിന്ന് എടുക്കാം എന്ന് പറയുവാനിടയായി തീർന്നു. അങ്ങനെ എന്റെ വിവാഹം അനുഗ്രഹമായിട്ട് നടക്കുവാനിടയായി തീർന്നു. മറ്റുള്ളവരൊക്കെ എന്റെ സഹോദരങ്ങൾ, അതായത് അമ്മയുടെ സഹോദരന്മാരും ഒക്കെ ചിന്തിച്ചത്, ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കുറച്ച് സ്ഥലം വെൺമണിയിലുണ്ട്. ആ
സ്ഥലം വിൽക്കും അമ്മേ, അതുമൂലം ഞങ്ങൾ ഒന്നുമില്ലാത്തവർ അവസ്ഥയിലേക്ക് വരും എന്നൊക്കെയാണ് ഞങ്ങളെ കുറിച്ച് മറ്റുള്ളവരൊക്കെ പറഞ്ഞത്. എന്നാൽ തക്ക സമയത്ത് ദൈവം ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ ഇടയായി തീർന്നു. ദൈവം തക്ക സമയത്ത് സാമ്പത്തിക നന്മകളും വഴികളും വാതിലും ഒക്കെ ദൈവം ഞങ്ങൾക്ക് തുറന്നു തരുവാൻ ഇടയായി തീർന്നു. അങ്ങനെ എന്റെ വിവാഹം അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ നടക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ ഭവനത്തില് പാസ്റ്ററിന്റെ ജന്മദേശം തകഴിയാണ്. കർത്താവിന്റെ ദാസന്റെ, അതായത് എന്റെ ഹസ്ബൻഡിന്റെ വീട് ജന്മദേശം തകഴിയാണ്. ഞങ്ങൾ തകഴിയിൽ അങ്ങനെ എടത്വ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ അങ്ങനെ പാർത്തുകൊണ്ട് കർത്താവിന്റെ വേലയിൽ ഞങ്ങൾ അവിടെ ആയിരിക്കുമ്പോൾ പെട്ടെന്ന് ഞങ്ങൾക്ക് സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ പെരുമ്പാവൂർ പോകണമെന്ന് പറയുവാനിടയായി. അങ്ങനെ ഞങ്ങൾ പെരുമ്പാവൂർ സുവിശേഷ വേലയുടെ മധ്യത്തില് സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ അവിടെ കടന്നു പോകുവാനും കർത്താവിന്റെ വേലയോട് അവിടെ ഒരു ഇൻഡിപെൻഡന്റ് ചർച്ചിൽ മിനിസ്ട്രി ചെയ്യുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ പറയുവാൻ ഇടയായി തീർന്നത്, എനിക്ക് അന്നേരം എന്റെ ആഗ്രഹം, ഹൃദയത്തിലെ ആഗ്രഹം മൊത്തം നോർത്ത് ഇന്ത്യൻ സുവിശേഷ വേലയോടാണ്. ഞാൻ അന്നും പറയുമായിരുന്നു, നമുക്ക് അവിടെ പോയി സുവിശേഷ വേല ചെയ്യാം, അവിടെ നമുക്ക് കർത്താവിന്റെ വേല ചെയ്യാം എന്നൊക്കെ പറയുമായിരുന്നു. അന്നേരം കർത്താവിന്റെ ദാസൻ അതിനോട് വലിയ താല്പര്യം കാണിച്ചില്ല. പറഞ്ഞു ഞാൻ ഇപ്പൊ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനത്തിൽ പോയി ജോലി ചെയ്യാം, അത് കഴിഞ്ഞ് ചില മാസങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് അച്ഛനെ കൊണ്ടുപോകാം എന്നൊക്കെ പറയുവാനിടയായി തീർന്നു. എന്നാൽ പറഞ്ഞ് ഇല്ല, എനിക്ക് അങ്ങോട്ട് വരാൻ താല്പര്യമില്ല, നമുക്ക് ഇവിടെയൊക്കെ സുവിശേഷ വേല ചെയ്യാനാണ് താല്പര്യം, ചർച്ച് മിനിസ്ട്രി ഒക്കെ ചെയ്യാനാണ് താല്പര്യം എന്ന് പറയുവാനിടയായി തീർന്നു. അങ്ങനെ ഞങ്ങള് സുവിശേഷ വേലയോടുള്ള പെരുമ്പാവൂരിന്റെ പ്രദേശത്ത് അങ്ങനെ അവിടെയും ഞങ്ങള് വളരെ പ്രയാസത്തോടെ ഞങ്ങള് ആദ്യം ചെയ്ത പ്രവർത്തനം എന്ന് പറയുമ്പോൾ നിസ്സാരമായ അവിടെ വീടുകളോ ഭവനങ്ങളോ ഒന്നുമില്ല, അടുത്തൊന്നും ഒരു ഭവനങ്ങളും ഇല്ല. അതുപോലെ തന്നെ നമുക്ക് കൂടെ ആരാധിക്കുവാൻ ആരുമില്ല. ഞങ്ങളൊരു സ്വതന്ത്രമായ ഒരു ചർച്ചാണ്. ആ ചർച്ചുകാർ ഞങ്ങളെ ആകെ ഞങ്ങൾക്ക് ലഭിക്കുന്നത് 3000 രൂപയാണ്. ആ 3000 രൂപ കൊണ്ട് ഞങ്ങൾ ഒരു മാസം കഴിയുമ്പോൾ ഞങ്ങൾ വളരെ ഭാരത്തോടെ, ഞങ്ങൾ പ്രയാസത്തോടൊക്കെ ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് കുറച്ചു നാളെ ആയുള്ളൂ. ഞങ്ങൾ അവിടെ സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൽ എനിക്കാണെങ്കിൽ വളരെ രോഗങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും അടിക്കടി ശാരീരികമായ ക്ഷീണവും പ്രയാസങ്ങളും ദുഃഖങ്ങളും എനിക്ക് ഒന്നിനോടും ചെയ്യുവാനോ ജോലി ചെയ്യുവാനോ അങ്ങനെയൊന്നും കഴിയാത്ത അവസ്ഥയിൽ ഞാൻ വളരെയേറെ ശാരീരികമായി ഭാരപ്പെട്ടു, പ്രയാസപ്പെട്ടു. എനിക്ക് ഞങ്ങള് വിവാഹം കഴിഞ്ഞ് 3-4 വർഷം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് തലമുറയില്ലാതെ ഞങ്ങൾ വളരെയേറെ ഭാരപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ അനേക മറ്റുള്ളവരൊക്കെ ഞങ്ങളെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുവാനിടയായി തീർന്നു. എന്നാൽ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സുവിശേഷ വേല ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടെ ചില കുടുംബങ്ങള് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാനിടയായി തീർന്നത്. ഞങ്ങള് അത് ചെയ്യുവാനുള്ള താല്പര്യം ആദ്യം ഞങ്ങൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര മടുപ്പായി തോന്നി സുവിശേഷ വേല അവിടെ ചെയ്യുവാന്. പക്ഷെ എന്നാൽ പെട്ടെന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ ഇങ്ങനെ തോന്നി, ട്യൂഷൻ പഠിപ്പിച്ചാൽ എന്താന്ന് ഞാൻ ആലോചിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ ആദ്യം ഒരു കുട്ടിയെ വിളിച്ചു ചേർത്ത് ട്യൂഷൻ പഠിപ്പിക്കുവാൻ ഇടയായി തീർന്നു. ആ കുട്ടിയിൽ ചില മാറ്റങ്ങൾ ആദ്യം ഞാൻ പ്രാർത്ഥിച്ചാണ് ട്യൂഷനൊക്കെ ആരംഭിക്കാൻ തുടങ്ങി. ആ കുട്ടി പൈതൽ കടന്നു വരുമ്പോൾ ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അങ്ങനെ അവളോട് സുവിശേഷം പറയുക, യേശുവിനെ കുറിച്ച് പറയുക, അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് അവിടെ വീട്ടിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് അവിടെ ചെന്ന് ഈ കാര്യങ്ങളൊക്കെ ചെന്ന് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ അവളുടെ വീട്ടിൽ ചെന്ന് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവൾ വീട്ടിൽ ചെന്ന് പറയുവാനിടയായി തീർന്നത്. അങ്ങനെ അവളുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ, അവളുടെ സ്വഭാവത്തിന് തന്നെ മാറ്റങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ അവളുടെ അമ്മ എന്റെ അടുക്കൽ വന്ന് അവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഷെയർ ചെയ്യുവാനിടയായി തീർന്നു. അങ്ങനെ ഷെയർ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ദൈവത്തെ അറിയുമ്പോൾ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നത്. ക്രിസ്തീയ ബാക്ക്ഗ്രൗണ്ടിൽ യാക്കോബ സമുദായത്തിൽപ്പെട്ടവരാണ്. അപ്പൊ അവരോട് ഇങ്ങനെ സുവിശേഷം പറയുകയും അവരോട് പ്രാർത്ഥിക്കുകയും, നമ്മളെ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞത് കൊണ്ട് നമ്മളായിരിക്കും ഒരിക്കലും കർത്താവിന്റെ സന്നിധി കാണപ്പെടുകയില്ല. അങ്ങനെ എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ അവരോട് യേശുവിനെ കുറിച്ച് പറയുവാനും സ്വാതന്ത്ര്യപ്പെടുത്താൻ അവിടെ അപ്പൻ, അതായത് ഈ കുട്ടിയുടെ അപ്പൻ തികഞ്ഞ മദ്യപാനിയാണ്. അപ്പൊ എന്റെ അനുഭവങ്ങൾ, എന്റെ പിതാവിന്റെ അനുഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാനും അങ്ങനെ ഞങ്ങൾ ഒരു ഇടക്കൂട്ടായ്മ വ്യാഴാഴ്ച
ഒരു ഇടകൂട്ടായ്മ ഉണ്ടായിരുന്നു. ആ കൂട്ടായ്മയിൽ ആ സഹോദരി വരികയും അവർക്ക് ഒത്തിരി മാറ്റം സംഭവിക്കുകയും ആ പൈതലിന് തന്നെ അവളുടെ സ്വഭാവത്തിന് അമ്മ എന്ത് പറഞ്ഞാലും തർക്കുത്തരം പറയുന്ന ഒരു സ്വഭാവമായിരുന്നു. അങ്ങനെ എന്റെ അടുക്കൽ ട്യൂഷന് കടന്നു വരുവാനും ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങിയതിന് ശേഷം അവളുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ കടന്നു വരുവാൻ ഇടയായി തീർന്നപ്പോൾ അമ്മ ആ കുട്ടിയുടെ അമ്മ പലരോടും അമ്മ എന്നെ കുറിച്ച് പറയുവാൻ ഇടയായി തീർന്നു. അവിടെ ഒരു പാസ്റ്റർ താമസിക്കുന്നുണ്ട്. ആ പാസ്റ്ററിന്റെ ഭാര്യ ട്യൂഷൻ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവിടെ പിള്ളേരെ വിടുവാണെങ്കിൽ നല്ലതായിരിക്കുന്നു. അങ്ങനെ 2-3 കുട്ടികളെ വിടുവാൻ ഇടയായി തീർന്നു. അങ്ങനെ അവരെ പഠിപ്പിച്ച് അങ്ങനെ ഞാൻ ഏതാണ്ട് എനിക്ക് 17 കുട്ടികൾ അവിടെ എനിക്ക് പെരുമ്പാവൂരിന്റെ ദേശത്ത് എനിക്ക് അവിടെ ഉണ്ടായിരുന്നു. ആ കുട്ടികളെ ഞാൻ ട്യൂഷൻ പഠിപ്പിക്കുകയും അവരുടെ ജീവിതത്തിൽ അവരുടെ മാതാപിതാക്കൾക്ക് ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കുകയും അങ്ങനെ അവര് എന്റെ അടുക്കൽ ഒത്തിരി വിഷയങ്ങൾ ഷെയർ ചെയ്യും. അവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ എന്നോട് പറയുവാൻ ഇടയായി തീർന്നു. അപ്പോൾ ഞങ്ങള് എന്നോട് മാത്രമായിട്ടല്ല, എന്നെ കർത്താവിന്റെ ദാസനോടും കൂടെ ഞങ്ങളോടൊക്കെ ചേർന്നാ പറയുന്നത്. അപ്പൊ ഞങ്ങൾ പറയും, ഇവിടെ വ്യാഴാഴ്ച ഒരു കൂട്ടായ്മയുണ്ട്, നിങ്ങൾ കടന്നു വരണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആത്മീയ അനുഗ്രഹമായിരിക്കും. നിങ്ങൾ പള്ളി മാറാനോ നിങ്ങൾ മതം മാറാനോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതൽ, അത് നിൽക്കുന്നത് നിൽക്കാതിരിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ എന്ത് ചെയ്യും, ആദ്യം ഞങ്ങൾ എൻകറേജ് ചെയ്തുകൊണ്ട് അവരിലേക്ക് അവരുടെ കുടുംബത്തിലേക്ക് കയറുവാനും അവർ സുവിശേഷം പറയുവാനും ഒക്കെ ഞങ്ങൾക്ക് ഒരു അവസരം, ആ ദേശത്ത് അങ്ങനെ ഞങ്ങൾക്ക് സുവിശേഷം പറയുവാനൊക്കെ അവസരം ഒരുക്കി. ഓരോ വീടുകൾ, അന്ന് ഞങ്ങൾക്ക് പരസ്യയോഗങ്ങളൊന്നുമില്ല, ഞങ്ങൾ ഇങ്ങനെ ട്രാക്ട് കൊടുക്കുമായിരുന്നു. ഓരോ ഭവനത്തിൽ കയറി ട്രാക്ട് കൊടുക്കുകയും എല്ലാ ദിവസവും പോയി ഞങ്ങൾ ട്രാക്ട് കൊടുക്കും. ട്രാക്ട് കൊടുക്കുകയും പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ള ഭവനങ്ങളിൽ കയറി പ്രാർത്ഥിക്കുകയും അങ്ങനെ അവരുടെ വിഷയങ്ങൾ ഞങ്ങളോട് ഷെയർ ചെയ്യും. അങ്ങനെ ഞങ്ങള് ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഏതാണ്ട് 2-2.5 വർഷത്തോളമായി അങ്ങനെ ആ പ്രവർത്തനവുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് ഏതാണ്ട് 30-ലധികം കുടുംബങ്ങൾ, 30-ലധികം വിശ്വാസികൾ ആലയത്തിൽ കടന്നു വരുവാനിടയായി തീർന്നു. ഞങ്ങള് 1 വർഷത്തോളം ഞാനും എന്റെ ഹസ്ബൻഡും മുഖത്തോട് മുഖം നോക്കി ആരാധിച്ച സ്ഥാനത്ത് 30-ലധികം കുടുംബങ്ങൾ കടന്നു വരുവാന്ന് കേട്ടത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ദേവദാസന്റെ അപ്പൻ, ദേവദാസനും ഒരു പാസ്റ്ററാണ്. അപ്പച്ചന് ഈ ആൾക്കാരൊക്കെ വരുന്ന കണ്ടപ്പോ അപ്പച്ചന് ഒരു ആരാധന നടത്തണമെന്നുള്ള ഒരു ആഗ്രഹം വന്നു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവിന്റെ ദാസനോട് ഞാൻ ഇപ്രകാരം പറഞ്ഞു, നമുക്ക് ഇവിടുന്ന് മാറിക്കൊടുക്കാം. നമ്മൾ മുമ്പോട്ട് പോകുന്നത് ഇനിയും മുമ്പോട്ട് പോയാൽ ശരിയാകത്തില്ല, 2 പേരും കൂടെ ശുശ്രൂഷ നടത്തിക്കൊണ്ട് പോയാൽ നമുക്കത് വളരെ ഭാരമായിട്ട് തോന്നും. അത് തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് നിൽക്കണ്ട, നമുക്ക് ഏതെങ്കിലും അപ്രൂവ്ഡ് സഭയായിട്ട് മുമ്പോട്ട് പോകുന്നതായിരിക്കും നല്ലത്. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വന്നാൽ അവര് നമ്മളെ സേനയെ നിർത്തുമെന്ന് പറയുവാനിടയായി തീർന്നു. അങ്ങനെ ഞങ്ങള് നാട്ടിൽ വരുവാനിടയായി തീർന്നു. അങ്ങനെ നാട്ടിൽ 2013 ഞങ്ങൾ നാട്ടിൽ വന്ന് അങ്ങനെ ഞങ്ങൾ പലയിടങ്ങളിലും ഞങ്ങൾ ചർച്ചിന് വേണ്ടി 2014 ഞാന് IEM-ല് ലീഡർഷിപ്പിന്റെ ട്രെയിനിങ്ങിന് പഠിക്കുവാനിടയായി തീർന്നു. അങ്ങനെ 2014 ഞാൻ അങ്ങനെ പോകുമ്പോഴാണ് ഞങ്ങൾ പരസ്യയോഗത്തിനായിട്ട് ഞങ്ങൾ കൂടുതലായിട്ട് ഇറങ്ങിത്തിരിക്കുവാനിടയായി തീർന്നത്. 2015 മുതൽ ഞങ്ങൾ സുവിശേഷ വേല, അതായത് പരസ്യയോഗമായിട്ട് കടന്നു പോവുകയും അനേക ദേശങ്ങളില് അനേക സഭകളിലെ കേന്ദ്രീകരിച്ചുകൊണ്ട് സുവിശേഷ വേലയിൽ ഞങ്ങൾ കടന്നു പോകുവാനിടയായി തീർന്നു. എന്നാൽ അതിന്റെയൊക്കെ പിന്നിൽ ഞങ്ങൾക്ക് വളരെ ഭാരങ്ങളും, ചർച്ച് മിനിസ്ട്രി ഇല്ലാതെ ഞങ്ങൾ ഒരു വർഷത്തോളം ഞങ്ങൾ ഭാരപ്പെട്ടു. എന്നാൽ ഞങ്ങൾ ചർച്ചക്കൂടിനോട് പിന്നെ ചേരുവാനും ചർച്ചക്കൂട് എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ പ്രവർത്തിക്കുവാനും ഇടയായി തീർന്നു. ഇന്ന് ഞങ്ങൾ ചർച്ചക്കൂടിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. പന്തളം എന്ന ദേശത്ത് ഞങ്ങൾ സുവിശേഷ വേലയിലായിരിക്കുന്നു. എന്നാൽ ഹല്ലേലൂയ, സുവിശേഷ വേലയിൽ ഞങ്ങൾക്ക് വളരെ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അനേകരെ കർത്താവിന്റെ വേലയിൽ ഞങ്ങൾക്ക് കൈപിടിച്ച് ഉയർത്തുവാനും അനേകരെ ഞങ്ങൾ ഇപ്പോൾ സുവിശേഷ ശുശ്രൂഷയിലായിരിക്കുന്ന ദേശത്ത് ഞങ്ങൾ 8 വർഷമായി പുതിയൊരു പ്രവർത്തനമാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇവിടെ ആരുമില്ലായിരുന്നു, സഭാ ഹാളില്ല, യാതൊരു ഒന്നുമില്ല. എന്നാൽ ദൈവം ഞങ്ങളെ നിർത്തി കർത്താവിന്റെ നാമത്തിനു വേണ്ടി ഞങ്ങള് ഒരു ദിവസം പോലും അടങ്ങിയിരിക്കാതെ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ഹല്ലേലൂയ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് കടന്നു പോകുവാൻ ഇടയായി തീർന്നു. അനേക ദേശങ്ങളിൽ അനേക ഇടങ്ങളില് ഹല്ലേലൂയ വയനാട് പ്രദേശങ്ങളിലൊക്കെ പോയി സുവിശേഷം അറിയിക്കുവാനും അതുപോലെ തന്നെ
ഞങ്ങൾക്ക് എനിക്ക് വളരെ ആഗ്രഹം ഇപ്പോഴും ഉണ്ട് എന്ന് ഞാൻ മുമ്പേ പറഞ്ഞുവല്ലോ. എനിക്ക് കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് ലഭിച്ചിരിക്കുന്ന അവസരം, കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന ഈ ഒരു ആയുസ് എന്റെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്നാണ് എന്റെ ആഗ്രഹം മുഴുവനും. എന്ന് വെച്ചാൽ എന്നെ മരണത്തിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ച ദൈവമാണ്. എനിക്ക് ആയുസ്സും ആരോഗ്യം തന്ന എന്റെ കർത്താവാണ്. എന്റെ ജീവിതത്തില് ഇന്ന് വരെയും ഞങ്ങൾ ഒരു ദിവസം പോലും മുടക്കാതെ കർത്താവിന്റെ വേലയിൽ കർത്താവ് അയക്കുന്ന ദേശങ്ങളിൽ പോയി സുവിശേഷം അറിയിക്കുവാനും അവിടെ സുവിശേഷം അറിയിക്കുക മാത്രമല്ല, ആ ചുറ്റുപാടുമുള്ള ഭവനങ്ങളിൽ ട്രാക്ട് കൊടുക്കുകയും അതുപോലെ തന്നെ ഓരോ ഭവനങ്ങളിൽ കയറി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ പലരും ഞങ്ങളോട് വന്ന് അവരുടെ വിഷയങ്ങൾ ഷെയർ ചെയ്യുകയും അപ്പോൾ ഞങ്ങൾ പറയാം, അടുത്തുള്ള ദൈവസഭയുമായിട്ട് നിങ്ങൾ മുൻപോട്ട് പോകണം എന്നൊക്കെ പറയുവാനിടയായി തീരുകയും അങ്ങനെ ഞങ്ങൾ അവർക്ക് കൈത്താങ്ങൽ കൊടുക്കുവാനൊക്കെ ഇടയായി തീരുന്നു. കർത്താവ് ഞങ്ങളെ മാനിക്കുന്ന ദൈവകൃപയെ ഓർത്തുകൊണ്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പരസ്യയോഗങ്ങളെ അതുപോലെ തന്നെ മുറ്റത്ത് കൺവെൻഷനുകളെ ഇങ്ങനെയൊക്കെ ഞങ്ങൾ നടത്തുന്നു. കർത്താവ് വരുവോളം കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി, രാജ്യത്തിന്റെ വ്യാപ്തിക്കായിട്ട് പ്രവർത്തിക്കുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ വചനത്തിൽ ഇപ്രകാരം പറയുന്നു, ഹല്ലേലൂയ, കർത്താവ് നശിച്ചു കർത്താവിന്റെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാനാണ്. അതുപോലെ തന്നെ ഞാൻ സുവിശേഷ വേലയ്ക്ക് താല്പര്യമില്ലാത്ത എന്നെ സുവിശേഷ വേലയിൽ കൊണ്ടുവന്ന് കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ, പരസ്യയോഗത്തിൽ കർത്താവിനെ ഉയർത്തുവാൻ ദൈവം എന്നെ ഉപയോഗിക്കുന്ന ആ കൃപയെ ഓർത്തുകൊണ്ട് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവം എനിക്ക് ഹല്ലേലൂയ ആയുസ്സും ആരോഗ്യം തരുന്ന നാളൊക്കെ എന്റെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ. ജീവിതത്തിൽ പല പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ഹല്ലേലൂയ 9 വർഷം കഴിഞ്ഞാൽ ദൈവം ഞങ്ങൾക്കൊരു പൈതൽ, 9.5 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് 2019 ഞങ്ങൾക്കൊരു പൈതലിനെ ദൈവം തരുവാനിടയായി തീർന്നു. പൈതലിന്റെ പേര് മോസസ് എന്നാണ്. അങ്ങനെ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുവാനിടയായി തീർന്നു. ഇപ്പോൾ മകൻ UKG പഠിക്കുന്നു, 5.5 വയസ്സുണ്ട്. ദൈവത്തിന്റെ കൃപയാൽ ഞങ്ങളെ ദൈവം നടത്തുന്ന കൃപയെ ഓർത്തുകൊണ്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർത്താൽ, ദൈവം ചെയ്ത നന്മകൾ ഓർത്താൽ ഹല്ലേലൂയ അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. ജീവിതത്തിൽ ആയുസ്സും ആരോഗ്യം ദൈവം തന്ന് ഹല്ലേലൂയ 48 മണിക്കൂർ എന്റെ ആയുസിനെ ആരോഗ്യം ആയുസിനെ പറഞ്ഞ സ്ഥാനത്ത് എനിക്ക് മഞ്ഞപ്പിത്തം വന്ന് ഹല്ലേലൂയ ഞാൻ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകേണ്ട സാഹചര്യം എന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ എന്റെ ദൈവം എനിക്ക് ആയുസ്സോടെ ആരോഗ്യത്തോടെ എന്റെ ജീവിതത്തെ ദാനമായി തരുവാനിടയായി തീർന്നു. അതുപോലെ തന്നെ ശാരീരികമായ ബുദ്ധിമുട്ടുകള്, പ്രയാസങ്ങൾ എന്റെ ഞാൻ ശുശ്രൂഷ മുഖത്ത് ഞങ്ങളായിരിക്കുന്ന സമയത്ത് എനിക്ക് വളരെ ശാരീരിക ബുദ്ധിമുട്ടുകൾ, എനിക്ക് യൂട്രസ് സംബന്ധമായ വിഷയങ്ങളൊക്കെ ഉണ്ടാകുവാനിടയായി തീർന്നു. വളരെ പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ എന്റെ ജീവിതത്തിൽ കടന്നു വരുവാനിടയായി തീർന്നു. എന്നാല് ഹല്ലേലൂയ അവിടെയൊക്കെ എന്റെ ദൈവം എന്നെ മാനിക്കുവാനിടയായി തീർന്നു. ചില നാളുകൾക്ക് മുമ്പ് എനിക്ക് വീണ്ടും അതേ അസ്വസ്ഥത, ശരീരത്തിന് അസ്വസ്ഥത ഉണ്ടാകുവാനും എന്റെ ജീവിതത്തിൽ വളരെ പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കുവാനിടയായി തീർന്നു. ഞാൻ മരണത്തോടും മല്ലിട്ട് പല സന്ദർഭങ്ങളും എന്റെ ജീവിതത്തിലുണ്ട്. ഞാൻ മരിച്ചു പോകുന്നത് ഞാൻ എന്റെ അമ്മയോട് ഞാൻ പറയും, ഇനി എനിക്ക് വയ്യ, എനിക്ക് ഈ ശാരീരിക ബുദ്ധിമുട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല, എനിക്ക് ഞാൻ മരിച്ചു പോകും. ആ ഒരു അവസ്ഥയിലേക്ക് എനിക്ക് ഞാൻ അപ്പോൾ എന്നോട് എന്റെ മാതാവ്, എന്നെ ബൈബിൾ കോളേജിൽ പഠിപ്പിച്ച ഒരു അധ്യാപകനുണ്ട്, പാസ്റ്റർ അപ്പച്ചനെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കാൻ പറയുമായിരുന്നു. അങ്ങനെ ഞങ്ങള് ഒരു ദിവസം അങ്ങനെ പാസ്റ്റർ അപ്പച്ചനെ വിളിച്ച് പ്രാർത്ഥിച്ച് അപ്പച്ചനെ എനിക്ക് പ്രാർത്ഥിച്ച് വെള്ളം തരുവാനിടയായി തീർന്നു. അന്ന് എനിക്ക് ദൈവം എനിക്ക് സൗഖ്യം തരുവാനിടയായി തീർന്നു. എന്നെ പൂർണ്ണമായ ദൈവം എന്നെ വിടിപ്പിക്കുവാനിടയായി തീർന്നു. അങ്ങനെ പല സന്ദർഭങ്ങളിലും മരണകരമായ രോഗങ്ങൾ എന്റെ ജീവിതത്തിൽ കടന്നു വന്ന് ലോകത്തോട് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകേണ്ട പല സന്ദർഭങ്ങൾ, അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അവിടെയൊക്കെ ദൈവം എന്നെ വിടിവിക്കുവാനിടയായി തീർന്നു. ഞാൻ ബൈബിൾ കോളേജിൽ അതായത് ലീഡർഷിപ്പിന്റെ കോഴ്സിനായി പഠിക്കാൻ പോകുന്ന സമയത്ത് ആദ്യമായിട്ട് 2014 പോകുന്ന സമയത്ത് സെപ്റ്റംബർ മാസത്തിൽ എന്നെ കർത്താവിന്റെ ദാസനും എനിക്കും കൂടെ ഞാനും കൂടെ പോകുമ്പോൾ ഞങ്ങൾ ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ വേറൊരു ബൈക്ക് ഒരു സ്കൂട്ടറുകാരൻ വന്ന് ഇടിക്കുകയും
അമ്മ ഞാൻ തെറിച്ചു പോയി. എന്റെ കാല് വീലിനകത്ത് കുടുങ്ങി. അമ്മ എന്നെ വണ്ടി വലിച്ചുകൊണ്ട് പോകുവാനിടയായി തീർന്നു. അങ്ങനെ മരണകരമായ അനുഭവങ്ങൾ, സന്ദർഭങ്ങൾ എന്റെ ജീവിതത്തിൽ കടന്നു വന്നു. എന്നാൽ എന്റെ കർത്താവ് അമ്മയെ കർത്താവിന് എന്നെ കുറിച്ച് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അമ്മ ജീവിതത്തിൽ കാലില് ഞാൻ എന്ത് വേണ്ട എന്ന് പറഞ്ഞുവോ ആ സ്ഥാനത്ത് എന്നെ നിർത്തണമെന്ന് ദൈവത്തിന് എന്നെ കുറിച്ച് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമല്ല. മനുഷ്യൻ പലത് ഹൃദയത്തിൽ ചിന്തിക്കും. മനുഷ്യന്റെ ആലോചനകൾ പലതാ. എന്നാൽ ദൈവത്തിന്റെ ആലോചന അത് നിവൃത്തിയാകും. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന എന്താണോ അത് നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കും. എന്റെ ജീവിതം കൊണ്ട് എനിക്ക് ലോകത്തോട് അല്ലെങ്കിൽ എനിക്ക് മറ്റുള്ളവരോട് പറയാൻ കഴിയും. ദൈവമേ എന്റെ ജീവിതത്തിൽ യാതൊരു വിധത്തിലും ഞാൻ ഉയർച്ച കാണുമെന്നോ നന്മ കാണുമെന്ന് ഈ സുവിശേഷ വേളയിൽ കടന്നു വരുമെന്നോ ആരും എന്നെ കുറിച്ച് കരുതിയതല്ല. എന്നാൽ എന്റെ കർത്താവ് എന്നെ തെരഞ്ഞെടുത്തു. എന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ എന്റെ കർത്താവ് എന്നെ കണ്ടതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ മധ്യേ ലോകത്തോട് എന്റെ സാക്ഷ്യം വിളിച്ചു പറയുവാൻ എനിക്ക് കഴിയുന്നത്. എന്റെ മരണകരമായ അനുഭവങ്ങൾ കൂടെ ഞാൻ പല സന്ദർഭങ്ങളിൽ കടന്നുപോയി. ഞാൻ എന്റെ കഷ്ടത വരുമ്പോൾ എന്റെ ചെറുപ്രായത്തില് എന്റെ കഷ്ടതകൾ കടന്നു വരുമ്പോൾ ഞാൻ എന്റെ അമ്മയോട് പറയാൻ, എന്നെ അങ്ങ് ജനിച്ചപ്പോൾ എന്നെ അങ്ങ് കൊന്നുകൂടായിരുന്നു. എന്തിനാ എനിക്ക് ഇങ്ങനെ എനിക്കൊരു ജീവിതം എനിക്ക് ദാനമായി തന്നത്? അതുകൊണ്ടല്ലേ ഞാൻ ഈ കഷ്ടത അനുഭവിക്കുന്നത്, ഞാൻ ഈ ദുഃഖം അനുഭവിക്കുന്നതൊക്കെ എന്നൊക്കെ ഞാൻ പറഞ്ഞു പെറുവിർക്കാറുണ്ടായിരുന്നു. എന്നാൽ എന്റെ അമ്മ പറയും, ദൈവസന്നിധി പ്രാർത്ഥിക്കും, ദൈവം നിനക്ക് വേണ്ടി കരുതും, നിന്നെ സഹായിക്കും, നിന്നോട് കൂടെ ഇരിക്കുമെന്നൊക്കെ പറഞ്ഞ് എന്റെ അമ്മ ഞാൻ പറയട്ടെ, എന്റെ മാതാപിതാക്കൾ കരഞ്ഞതിന്റെ ഫലമാണ് ഇന്ന് ഞാൻ ഇങ്ങനെ ആയിരിക്കുന്നത്. ഒരു സാക്ഷിയായി നിൽപ്പാൻ എന്റെ ജീവിതത്തിൽ ദൈവം ഒരുക്കി തന്നത്. എന്റെ ദൈവത്തിന്റെ ഇപ്രകാരം പറയുന്നുണ്ടല്ലോ, കണ്ണുനീരിന്റെ സന്തതി ഒരിക്കലും നശിച്ചു പോകുകയില്ല. എന്റെ മാതാപിതാക്കളുടെ കണ്ണുനീരിന്റെ ഫലമാണ് ഞാൻ ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുന്നത്. ജീവിതാനുഭവങ്ങളിൽ കൂടെ പല ജീവിതാനുഭവങ്ങൾ ഒറ്റപ്പെടലിന്റെ അനുഭവങ്ങൾ ഒക്കെ എന്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. എനിക്ക് സഹോദരങ്ങൾ ആരുമില്ല. എന്നെ സഹോദരങ്ങളൊക്കെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. മാറി നിൽക്കുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്റെ അമ്മയുടെ സഹോദരന് അവരുടെ മക്കൾക്ക് ആഹാരം വാങ്ങിക്കൊണ്ട്, ബേക്കറി പലഹാരങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരുമ്പോൾ അവർ ഒളിപ്പിച്ചു വെച്ച് കഴിക്കുക. എന്റെ അമ്മ ജോലി സ്ഥലത്ത് അന്ന് ചെറുപ്രായത്തില് 6ലും 7ലും പഠിക്കുന്ന സമയത്ത് എന്റെ മാതാപിതാക്കള് ഇല്ല എന്റെ കൂടെ, ഞാൻ അമ്മച്ചിയുടെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ എന്റെ അമ്മ പറയുമായിരുന്നു, ഈ എന്റെ മൂത്ത അങ്കിള് പറയുമായിരുന്നു, ബിൻസി വരുന്നുണ്ട്, മാറ്റി വെക്കുന്ന എന്റെ ചെവിയാലെ ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്കൊക്കെ നല്ല ഭക്ഷണം അതുപോലെ നല്ല ഡ്രസ്സും ഒക്കെ വാങ്ങിക്കൊടുക്കുമായിരുന്നു അവര്. എന്നാൽ എനിക്ക് ആരും മേടിച്ചു തരുവാനോ എനിക്ക് എന്നെ സഹായിക്കണം, ഞാൻ ആരെങ്കിലും ഒക്കെ ഇട്ട ഡ്രസ്സുകളൊക്കെയാണ് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയങ്ങളിൽ ഞാൻ ഇട്ടുകൊണ്ട് നടന്നിരുന്നത്. എന്നാൽ എന്റെ ദൈവത്തെ അറിയുക, എന്റെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ ദൈവനെ അതിശയകരം അത്ഭുതകരമായിട്ട് മാനിക്കുവാനിടയായി തീർന്നു. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തത് ഓർത്താൽ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ എനിക്ക് കഴിയത്തില്ല. അത്രമാത്രം എന്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങളെ ദൈവം എനിക്ക് ചെയ്തു തരുവാൻ എനിക്ക് ഡ്രസ്സിന് ഡ്രസ്സ്, ഭക്ഷണത്തിന് ഭക്ഷണം, അതുപോലെ തന്നെ എന്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടുന്നതൊക്കെ ദൈവസന്നിധി ഞാൻ ഇപ്രകാരം പ്രാർത്ഥിക്കും. എനിക്കൊരു കഷ്ടത വരുമ്പോൾ, എനിക്ക് സാമ്പത്തികമായ ഞെരുക്കം കടന്നു വരുമ്പോൾ ഞാൻ ഇപ്രകാരം ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കും, കർത്താവ് എനിക്ക് ആ ജോലി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ കഷ്ടത എന്റെ ജീവിതത്തിൽ ഈ സാമ്പത്തിക പ്രതിസന്ധി എനിക്ക് മറികടക്കാമായിരുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ആ വിഷയത്തിന് എനിക്ക് മറുപടി ലഭിക്കുവാനിടയായി തീരും. അങ്ങനെ ദൈവം എന്നെ സ്നേഹിക്കുന്ന സ്നേഹത്തിന് കരുതലുമായി ഞാൻ ദൈവത്തിന്റെ നന്ദി കരയറ്റുകയാണ്. കഴിഞ്ഞ ജീവിതത്തിൽ നേരിട്ടതായ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ ഒക്കെ ഓർക്കുമ്പോൾ ഒന്ന് എനിക്ക് പറയുവാൻ കഴിയും, കഷ്ടതയുടെ നടുവിലും ജീവിപ്പിക്കുന്ന ഒരു ദൈവം. ദൈവത്തിന്റെ വചനത്തില് റോമാലേഖനം 8-ാം അധ്യായം എട്ടാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ജീവിതത്തില് കഷ്ടതയുടെ നടുവില് നമ്മിൽ വെളിപ്പെടുവാനിരിക്കുന്ന തേജസ് വിചാരിച്ച
ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. എനിക്ക് പറയട്ടെ, ഹാലലൂയ, എനിക്ക് ധൈര്യപൂർവ്വം പറയാൻ കഴിയും. ഹാലലൂയ, കർത്താവ് നമുക്ക് ചെയ്യാനിരിക്കുന്ന ആ വലിയ തേജസ് വിചാരിച്ചാൽ, കർത്താവിന്റെ ആ തേജസ്സിനെ നാം പ്രാപിച്ചാൽ, ഹാലലൂയ, ആ ദൈവം കർത്താവ് നമുക്ക് ചെയ്യാനിരിക്കുന്ന ആ പുത്രത്വത്തിന്റെ അതായത് രൂപാന്തരം പ്രാപിച്ച ക്രിസ്തുവിനെ, അല്ലെങ്കിൽ പുനരുത്ഥാനം പ്രാപിച്ച ക്രിസ്തുവിന്റെ ആ ഭാവം നമ്മളിൽ വെളിപ്പെടുവാനിരിക്കുമ്പോൾ, ആ തേജസ്കരണം നാം പ്രാപിക്കുമ്പോൾ, തേജസ് പ്രാപിക്കുന്ന ഒരു നിത്യത, അല്ലെങ്കിൽ ആ നിത്യതയിൽ നമുക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന ആ തേജസ് നാം പ്രാപിക്കുമ്പോൾ, അതിനെ നാം ഓർക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ദൈവം തന്ന അല്ലെങ്കിൽ കർത്താവിന്റെ ആ കഷ്ടാനുഭവം നാം ഓർക്കുമ്പോൾ, ആ ക്രൂശിലെ സ്നേഹം ഓർക്കുമ്പോൾ, ദൈവം നമ്മോട് കാണിച്ച ആ പുത്രത്വത്തിന്റെ സ്നേഹത്തെ ഓർക്കുമ്പോൾ, ഈ ലോകത്തിലെ കഷ്ടങ്ങൾ ഒന്നുമില്ല. എല്ലാം നിസ്സാരമാ. അതുകൊണ്ടാണ് പൗലോസിനോട് ചേർന്ന് എനിക്കും പറയുവാൻ കഴിയും, നമ്മിൽ വെളിപ്പെടുവാൻ ഇരിക്കുന്ന തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. എന്തെന്ന് ചോദിച്ചാൽ, തേജോമയനായ ക്രിസ്തു, രൂപാന്തരം പ്രാപിച്ച ക്രിസ്തു, വെളിപ്പാട് പുസ്തകം പറയുന്നത് പോലെ പത്മരാഗത്തോടും സൂര്യകാന്തത്തോടും സദൃശനായവനെ ഞാൻ കണ്ടു. അതുപോലെ തന്നെ യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നു, പ്രിയമുള്ളവരെ നാം ഇപ്പോൾ ഇന്നതാകുന്നുവെന്ന്, നാം ദൈവമക്കളാകുന്നു. ദൈവം അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ പോലെ താൻ ഇരിക്കുന്നതാകുകൊണ്ട് നാം അവനോട് സദൃശന്മാരായി തീരും. നാം ദൈവത്തോട് സദൃശന്മാർ, അതായത് ക്രിസ്തുവിനോട് സദൃശന്മാരായി തീരും. ആ സാദൃശ്യം നാം പ്രാപിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തെ നാം ഓർക്കുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ ഒന്നുമില്ല, സാരമില്ല എന്നുള്ളത്. എന്നാൽ ഇന്ന് ഞങ്ങൾ സുവിശേഷ വേലയിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. പ്രതികൂലങ്ങളൊക്കെ ആഞ്ഞടിക്കാറുണ്ട്. എന്നാൽ അതൊക്കെയും തരണം ചെയ്യുവാനുള്ള വിശ്വാസത്തിന്റെ വിശ്വാസത്തിന്റെ പരിച എന്റെ ചെറുപ്രായത്തിൽ എനിക്ക് ആർജിച്ച് എടുക്കുവാൻ ഇടയായി തീർന്നത് കൊണ്ട് ഹാലലൂയ, പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ അതിനെ തരണം ചെയ്യുവാനൊക്കെയുള്ള കൃപ, കരുത്തും ദൈവകൃപയെ അഭിഷേകവും എന്റെ കർത്താവ് എനിക്ക് നൽകുന്നത് ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. ഹാലലൂയ, ഞാൻ ഒന്ന് പറയട്ടെ, എന്നെ കേൾക്കുന്ന എന്റെ പ്രേക്ഷകരോട് ഞാൻ പറയട്ടെ, നമ്മിൽ വെളിപ്പെടുവാനിരിക്കുന്ന തേജസ് വിചാരിച്ചാൽ ഇക്കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. ഹാലലൂയ, ദൈവം നമുക്ക് ചെയ്യുവാനിരിക്കുന്ന ആ മഹൽ സ്നേഹത്തെ, ദൈവം നമുക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്ന ആ കർത്താവിനോട് രൂപാന്തരപ്പെടുത്തുന്ന ആ സാഹചര്യം, ആ രൂപാന്തരം പ്രാപിക്കുന്ന ആ സമയത്തെ നാം ഒന്ന് ഓർത്താൽ, ജീവനുള്ള ദൈവമായ ക്രിസ്തു വെളിപ്പെടുന്ന നാളിൽ അവനോട് സദൃശന്മാരാകുന്ന രൂപാന്തരം പ്രാപിക്കുന്ന ആ ശരീരത്തെ ഹാലലൂയ, ദ്രവത്വമായത് ഹാലലൂയ മാറി അദ്രവത്വത്തെ പ്രാപിക്കുന്ന ആ ഒരു സമയത്തെ നാം ഓർക്കുമ്പോൾ ഹാലലൂയ, അവനോട് സദൃശന്മാരാകുന്ന, അല്ലെ സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും ആയിരിക്കുന്ന സദൃശനായിരിക്കുന്ന ക്രിസ്തുവിനെ പോലെ ആകുന്ന ആ സമയത്ത് തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെ പോലെ ആകുന്ന കർത്താവിനെ ധരിക്കുന്ന ആ സമയത്ത്, കർത്താവിനെ പോലെ ആകുന്ന ആ പ്രതിബിംബമായി തീരുന്ന ഹാലലൂയ, ആ സമയം നാം ഓർക്കുമ്പോൾ ഹാലലൂയ, ലോകത്തിലെ ഹാലലൂയ, ഭൂമിയിലെ കഷ്ടങ്ങൾ നമുക്ക് സാരമില്ല. ഹാലലൂയ, എന്റെ ജീവിതത്തില് എന്റെ ജീവിതത്തോട് ചേർന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് പ്രത്യാശ നൽകുന്ന ഒരു വചനമാണ് ഹാലലൂയ റോമാലേഖന ഈ വാക്യം നമ്മിൽ വെളിപ്പെടുവാനിരിക്കുന്ന തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. എങ്കിലും അതൊക്കെ വകവെക്കാതാണ് കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ കുടുംബമായിട്ട്, ഞങ്ങൾക്ക് വാഹനം, വലിയ വാഹനങ്ങളൊന്നുമില്ല, ഞങ്ങൾ സ്കൂട്ടറിലാണ്. ഞങ്ങൾക്ക് മൈക്ക് സെറ്റ് ഉണ്ട്, അത് വെച്ച് കെട്ടിക്കൊണ്ട് ഞങ്ങൾ സുവിശേഷ വേലയ്ക്കായിട്ട് അനേക ദേശങ്ങളിൽ കൂടുതലും ടൗൺ ഏരിയകളിലൊക്കെയാണ് പോയി സുവിശേഷം അറിയിക്കുന്നത്. കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം ഞങ്ങൾക്ക് അവസരങ്ങൾ ഒരുക്കി തരുന്നു. കർത്താവിന്റെ നാമത്തെ ഒരു ദിവസം പോലും ഇല്ലാതെ ഹാലലൂയ, കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഞങ്ങൾ ഓടുന്നു. കർത്താവ് ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്ന കൃപ ഓർത്തുകൊണ്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹാലലൂയ, ഹാലലൂയ, കർത്താവിന്റെ സന്നിധിയിലെ എന്നെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം പ്രിയ കർത്താവിന്റെ ദാസനിൽ കൂടെ ഒരുക്കി തരുവാൻ ഇടയായി തീർന്നത് ഓർത്തുകൊണ്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവിനോടും ദാസനോടും അതുപോലെ തന്നെ ഹാലലൂയ, പ്രിയ പ്രേക്ഷകരോടുമുള്ള നന്ദിയും ഇതരത്തിൽ അറിയിക്കുന്നു. കർത്താവ് നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.
താങ്ക് യു ബിൻസി സിസ്റ്ററെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം സമയം ദൈവം നടത്തിയതായ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. ബാല്യം മുതൽ ഇങ്ങോട്ടുണ്ടായിട്ടുള്ള തിക്താനുഭവങ്ങൾ, പ്രത്യേകിച്ച് മാതാപിതാക്കന്മാരുടെ പരിമിതികളുടെ നടുവിൽ നിന്നുകൊണ്ട് അവർക്കുണ്ടായിട്ടുള്ള കഷ്ടപ്പാടുകളൊക്കെ പ്രിയ ബിൻസി സിസ്റ്ററും അഭിമുഖീകരിക്കേണ്ടതായി വന്നു. പ്രത്യേകിച്ച് പിതാവ് ഒരു മദ്യപാനിയായിരുന്നു എന്നുള്ള വസ്തുത കേൾക്കുവാനിടയായി തീർന്നു. അതിനോടനുബന്ധിച്ച് കുട്ടിക്കാലത്തെ നേരിട്ട വളരെ ഏറെ മാനസിക സമ്മർദ്ദങ്ങളും പട്ടിണിയും കഷ്ടപ്പാടും ഒക്കെ അനുഭവിച്ചു. എന്നാൽ പിന്നത്തേതിൽ ആ പിതാവ് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാനും കർത്താവിൻ്റെ വേല ചെയ്യുവാനും ഒക്കെ ദൈവം കൃപ ചെയ്തല്ലോ. ആമേൻ. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പിന്നത്തേതിൽ കർത്താവിൻ്റെ വേലയ്ക്കായി സമർപ്പിക്കപ്പെടുവാനും കർത്താവിൻ്റെ വേലയിൽ ഇന്ന് നിങ്ങൾ കുടുംബമായിട്ടായിരിക്കുന്നു, കർത്താവ് നിങ്ങളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നറിയുവാൻ കഴിഞ്ഞു. അതിനോർത്ത് ദൈവത്തിന് സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. സൗഖ്യവും ആരോഗ്യവും ദീർഘായുസ്സും കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാനുള്ള അവസരങ്ങളും ദൈവം പിന്നെ ഒരുക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കേൾവിക്കാരായ അരോമാറ്റിയുടെ ഓരോ ശ്രോതാക്കളും ഈ വാത്സല്യ കുടുംബത്തെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കുമല്ലോ. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ബിൻസി സിസ്റ്റർ ഒരു വാക്കിൽ ഈ സമയം അരോമാറ്റിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ചുരുക്കം വാചകങ്ങൾ നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗം നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ആമേ കർത്താവെ, അരോമ ടിവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, അതിന്റെ പ്രേക്ഷകർക്കായി പ്രാർത്ഥിക്കുന്നു. ആമേ അതിന്റെ നടത്തിപ്പ് ആമേ പ്രിയ കർത്താവിന്റെ ദാസനെയും ആമേ കുടുംബത്തെയും ആമേ കർത്താവിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ മുൻപോട്ട് പോകുക. പിന്നെയും അനേകർ ആമേ കർത്താവെ മാധ്യമത്തിലൂടെ കടന്നു വന്ന് കർത്താവിനെ ഉയർത്തുവാൻ ആമേ കർത്താവിന്റെ നാമത്തെ ആമേ സാക്ഷീകരിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം സഹായിക്കണം, അനുഗ്രഹിക്കണം. ഇത് അനേകർക്ക് പ്രയോജനമായി തീരുവാൻ ആമേ ദൈവം അവിടുന്ന് സഹായിച്ചാട്ട് അനുഗ്രഹിച്ചാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു പ്രിയ ബിൻസി സിസ്റ്റർ. ഇത്രത്തോളം സമയം അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിൻ്റെ ദാസിയോടും കുടുംബാംഗങ്ങളുള്ളതായ നന്ദി സ്നേഹത്തോടെ അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. സൗഖ്യ ആരോഗ്യം ദീർഘായുസ്സും തരട്ടെ. കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടും നല്ല സാക്ഷ്യം വഹിപ്പാൻ കർത്താവ് പിന്നെ അവസരങ്ങൾ ഒരുക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ കേട്ടുകൊണ്ടിരുന്ന മാന്യ ശ്രോതാക്കളുള്ളതായ നന്ദി സ്നേഹത്തിൽ അറിയിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ജീവിതാനുഭവങ്ങൾ അനുഗ്രഹമായി തീർന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കും. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അതുപോലെ തന്നെ അരോമ ടിവിയുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി വീണ്ടും കൂടി കാണും വരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com